സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിഞ്ച തൽപുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാര്യമന്യാനസ്മദ്ഗുരും സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗവദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം ജന്മാദ്യസ്യ യതോന്വയാദിതരതച്ഛാർത്ഥേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരേഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരൈരീശ്വര സദ്യോ ഹൃദ്യവരുത്രതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിः തത്ക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. യം പ്രവ്രജന്തമനുവേദമവേദകൃത്യം
ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരി ഓം. പ്രത്യക്ഷ കൃഷ്ണരൂപമായ ശ്രീമദ് ഭാഗവതത്തെ നമസ്കരിച്ചുകൊണ്ട് ഭാഗവതം എഴുതിയ വേദവ്യാസമുനിയെ നമസ്കരിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ ശ്രീപരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്ത വ്യാസപുത്രനും ശിഷ്യനുമായ ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിച്ചുകൊണ്ട് ഇന്നോളമുള്ള എല്ലാ ഭാഗവതാചാര്യന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ഈയുള്ളവനെ പവിത്രമായ ഈ വേദിയിലെത്തിച്ച അപാരമായ ഗുരുമഹിമയെ സ്മരിച്ചുകൊണ്ട് ഗുരുപരമ്പരയെ നമസ്കരിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഇതിനെല്ലാം നടുനായകത്വം വഹിക്കുന്ന ഇവിടുത്തെ സ്വാമിജി, മറ്റ് സ്വാമിമാരെയും മഹാത്മാക്കളെയും എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും എല്ലാ സജ്ജനങ്ങളെയും സാഷ്ടാംഗ പ്രണാമത്തോടെ പ്രണമിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കട്ടെ. പവിത്രമായ ഈ വേദിയിൽ 9ാമത് തത്വസമീക്ഷ സത്ര വേദിയിൽ വരാൻ അനുഗ്രഹിച്ച, അതിന് ലഭിച്ച പുണ്യാതിരേകത്തെ, അതിനനുഗ്രഹിച്ച ഗുരുകാരണവന്മാരെ എല്ലാവരെയും പ്രണമിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ ജ്ഞാനകാണ്ഡമായ ഏകാദശസ്കന്ധത്തിലെ ഉദ്ധവോപദേശം എന്ന വിഷയത്തിലേക്ക് കടക്കട്ടെ. സർവാന്തര്യാമിയായ ആ പരമാത്മാവ് യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ പരമാത്മാവ് ഈ ശരീരത്തിൽ കൂടി പ്രവഹിച്ച് മനോബുദ്ധ്യാദികളെ ഉദ്ദീപിപ്പിച്ച് സജ്ജനങ്ങൾക്ക് വേണ്ട വാക്കുകളായി പുറത്തേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്യന്തം മഹാത്മ്യമേറിയ ഏകാദശസ്കന്ധത്തിലേക്ക് കടക്കട്ടെ. തത്വസമീക്ഷാസത്രമാണ്. ഇവിടെ തത്വവിചാരത്തിനാണ് കൂടുതൽ പ്രസക്തി. ഈ സത്രവേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സ്വാമിജി ദയാപൂർവം അയച്ചു തരുന്ന വിചാരസരണി വഴി ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ദൂരത്തിലിരുന്നെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാഗ്യാതിരേകം എന്ന് പറയട്ടെ. സ്വാമിജി തന്നനുഗ്രഹിച്ച ഈ അവസരം സ്വാമിജിയുടെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ഒടുവിലത്തെ 3 അധ്യായങ്ങൾ സ്കന്ധങ്ങളിലായിട്ട് നിരോധം, മുക്തി, ആശ്രയം, അതാണ് വിഷയം. ദശമസ്കന്ധത്തിലെ 90 അധ്യായങ്ങളെ കൊണ്ട് നിരോധത്തെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏകാദശസ്കന്ധത്തിൽ മുക്തിയാണ് വിഷയം, ദ്വാദശസ്കന്ധത്തിൽ ആശ്രയവും.
പരമമായ ആശ്രയം ഭഗവാനിൽ ഉണ്ടാകലാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ശ്രീ പരീക്ഷിത്തിന്, ശാപഗ്രസ്തനായ ശ്രീ പരീക്ഷിത്തിന് 7 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത് പരമമായ ഈ ആശ്രയബോധം പരീക്ഷത്തിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹമാകട്ടെ, പ്രഭാഷണങ്ങളാവട്ടെ, സത്രങ്ങളാവട്ടെ, ഇതെല്ലാം ജ്ഞാനയജ്ഞം ആണ് എന്ന് നിസ്സംശയം ഉദ്ഘോഷിക്കപ്പെടുന്നത്. പലപ്പോഴും അത് ചില ദ്രവ്യയജ്ഞങ്ങളുടെയോ കർമ്മയജ്ഞങ്ങളുടെയോ രൂപഭാവങ്ങളിലേക്ക് മാറുന്നുണ്ടെങ്കിലും ഒരിക്കലും ശ്രീമദ് ഭാഗവതം ജ്ഞാനയജ്ഞമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആദ്യമായിട്ട് ഇത് ചെയ്ത അഥവാ ചെയ്യാൻ ശ്രീനാരദനെ ഉപദേശിച്ച സനകാദികളും പറഞ്ഞത് ജ്ഞാനയജ്ഞം എന്നാണ്. ശ്രീനാരദൻ പറഞ്ഞതും ജ്ഞാനയജ്ഞം കരിഷ്യാമി എന്നാണ്. തീർച്ചയായിട്ടും ഭാഗവത ചർച്ച മുഴുവൻ തത്വത്തെ അധിഷ്ഠിതമാക്കി ജ്ഞാനത്തിലേക്ക് ഉയർത്തുക തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ശ്രീമദ് ഭഗവത്ഗീതയുടെയും താല്പര്യം അതുതന്നെ. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ, സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഇങ്ങനെ ജ്ഞാനത്തിൻ്റെ മഹിമ എത്രയോ ഉദ്ഘോഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ആ ജ്ഞാനത്തെ പൂർണ്ണമായി അനുവാചകരിൽ, ശ്രോതാക്കളിൽ ഉറപ്പിക്കുക എന്ന് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. ഇതാണ് ദ്വാദശ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ബ്രഹ്മോപദേശം. ഇനി അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ്. അവിടെ പരീക്ഷത്തിനോട് പരമമായ ഉപദേശം പറയുന്നു. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ, ഉദ്ദേശം മുഴുവൻ സത്യം പരം ധീമഹി എന്ന മന്ത്രത്തിൽ ആരംഭിച്ച് അതേ മന്ത്രത്തിൽ അവസാനിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിൽ അത് മാത്രമാണ് പരമമായ വിഷയം. സർവാന്തര്യാമിയായ ആ ഭഗവത് ചൈതന്യം തന്നെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഇവിടുത്തെ തത്വസമീക്ഷാസത്രത്തിൻ്റെ ആ ലഘുലേഖയിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നു, ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു എന്നർത്ഥം. ആ ഒരു പരമമായ ഒരു തത്വം മാത്രമേ ഇവിടെ ഉള്ളൂ. അതല്ലാതെ ഇവിടെ പലത് ഇല്ല. പലതുണ്ട് എന്ന് തോന്നുന്നത് അജ്ഞാനത്തിൻ്റെ പ്രൊജക്ഷൻ അഥവാ മാനിഫെസ്റ്റേഷൻ, പ്രകടനം, ആവിഷ്കാരം മാത്രമാണ്. ഈ അജ്ഞാനത്തിൽ നിന്ന് മോചിപ്പിച്ച് ആദ്യം ഈ പരമമായ ഒരു തത്വം മാത്രമേ ഇവിടെയുള്ളൂ, പരമമായ ഈ സത്യം ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും, ഏതാവാൻ അസ്യ മഹിമ, ഇവിടെ എന്തെന്ത് കാണപ്പെടുന്നുവോ അത് മുഴുവൻ ആ പരമമായ ചൈതന്യത്തിൻ്റെ ആവിഷ്കാരം അഥവാ പ്രകടനം മാത്രമാണ് എന്ന് ഉറപ്പിക്കലാണ്. ആ പരമമായ ചൈതന്യം തന്നെയാണ് ഈ ശരീരത്തിൽ, പറയുന്നയാളിൻ്റെ ശരീരത്തിലും കേൾക്കുന്നയാളിൻ്റെ ശരീരത്തിലും ഒക്കെ അന്തര്യാമിയായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ജഡങ്ങളായ ശരീരമനോബുദ്ധ്യാദികളെ സചേതനങ്ങളാക്കുന്നത് എന്ന് ഉറപ്പിക്കണം. ഇതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഭാഗവതത്തിൽ ആദ്യം മുതൽ, പ്രഥമസ്കന്ധം മുതൽ ദ്വാദശ സ്കന്ധത്തിൻ്റെ അവസാനത്തെ വരി, സാധാരണ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഫ്രേസ് A to Z, ഇതേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നാം ഒരിക്കലും മറക്കരുത്. ശ്രീപരീക്ഷിതിനെ കൊണ്ട് അഹം ബ്രഹ്മ പരം ധാമ, ഉപനിഷദ് വാക്യം അഹം ബ്രഹ്മ അസ്മി, തത്വമസി എന്ന് ഗുരുനാഥൻ ഉപദേശിക്കുമ്പോൾ
അതിനെ വിചിന്തനം ചെയ്ത് മനനം ചെയ്ത് ഇത് ഉറപ്പിക്കാൻ കഴിയണം. ഓരോ ജീവനും, മനുഷ്യർക്ക് മാത്രമല്ല, ഓരോ ജീവനും അഹം ബ്രഹ്മ അസ്മി, ഇത് ഉറപ്പിക്കാൻ കഴിയണം. ഇതിനാണ് ശ്രീമദ് ഭാഗവതം ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന വസ്തുത നാം ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക. ഓരോ കഥാഭാഗം വരുമ്പോഴും ആ ഓരോ കഥയ്ക്കുള്ളിലും അടങ്ങിയിരിക്കുന്ന തത്വത്തെ മഹാത്മാക്കൾ വിശദീകരിക്കുമ്പോൾ ഈ ഓരോ എപ്പിസോഡും, ഇപ്പം ടി വി സീരിയലുകളൊക്കെ കാണുന്നതുകൊണ്ട് എപ്പിസോഡ് എന്നുള്ള വാക്കിന് വളരെ പ്രചാരം കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു മലയാളം വാക്ക് പോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ എപ്പിസോഡ് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇത് ആത്യന്തികമായ ലക്ഷ്യവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താനും അതെങ്ങനെ ഈ കഥയിൽ കൂടി അത് സാധിക്കുന്നു എന്ന് ഉറപ്പിക്കുമ്പോഴുമാണ് ശരിയായ തത്വവിചാരം നടക്കുന്നത്. ഭാഗ്യവശാൽ അതാണ് ഇവിടെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും ഈ ഉള്ളവന് വിധിവശാൽ വന്നു ചേർന്ന വിഷയം അതായതുകൊണ്ടും, നേരത്തെ ഒരമ്മ വന്ന് സൂചിപ്പിച്ചു, ഇന്നൊരു ഡോക്ടർ ഉണ്ണികൃഷ്ണനായിരുന്നല്ലോ സംസാരിക്കേണ്ടിയിരുന്നത്, ഇവിടെ പ്രഭാകർജി എന്നൊക്കെ പറയുന്നത് കേട്ടു എന്ന് അമ്മ വന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ ഒരു മാറ്റക്കച്ചവടം നടന്നതാണ് നമ്മയോട് പറയുകയുണ്ടായി. നമ്മളൊരാഴ്ച സ്ഥലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച്, അദ്ദേഹം ദയാപൂർവം സമ്മതിച്ചതനുസരിച്ചും ഇവിടുത്തെ സ്വാമിജിയും സംഘാടകരും അനുഗ്രഹിച്ചതനുസരിച്ചാണ് ഈ വിഷയം. അതുകൊണ്ടാണ് വിധിവശാൽ എന്ന് സൂചിപ്പിച്ചത്. ഗുരുപരമ്പരയുടെ അപാരമായ ഒരു മഹിമ തന്നെയാണ് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാൻ ഈ ഒരു എളിയ ഭാഗവത വിദ്യാർത്ഥിയായ നമുക്ക് കൈവന്നത്. ഇത്രയും ആമുഖമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കട്ടെ. വളരെ ബൃഹത്തായ വിഷയമാണ് ഏകാദശം. അതുകൊണ്ട് വിശദമായിട്ട് അത് മുഴുവനൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനൊരു പ്രത്യേക ഒരു മുൻകൂർ ജാമ്യം എടുക്കേണ്ട ആവശ്യമില്ല. 31 അധ്യായങ്ങളിലായിട്ട് വിശദീകരിക്കുന്ന ഏകാദശ സ്കന്ധത്തെക്കുറിച്ച് മുഴുവനൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ അവസരം അനുവദിക്കുന്നില്ല. തന്നെയല്ല, ഉദ്ധവരോട് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അത് മുഴുവനായിട്ട് ചർച്ച ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അതിൽ പ്രധാനമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വസ്തുത ഉദ്ധവനും അർജുനനും തമ്മിലുള്ള അധികാരി ഭേദം. ഇവിടെ പറഞ്ഞപ്പോഴും അതും വിശദമായിട്ട് നമുക്ക് കാണാൻ സമയം അനുവദിക്കുന്നില്ലെങ്കിലും സ്വല്പസമയം കൊണ്ട് ആ ഭാഗത്തെ ഒന്ന് വിചിന്തനം ചെയ്യാം. ഈ വിഷയം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിൽ വന്ന ഏതാനും ചിന്തകൾ ഇങ്ങനെ കടലാസിൽ കുറിച്ചിട്ടു. ആ ചിന്തകൾ ഇപ്പോൾ മനസ്സിൽ വരുന്നതിനനുസരിച്ച് സജ്ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ വിശദമായ ഒരു വലിയ പ്രഭാഷണത്തിനുള്ള യോഗ്യതയൊന്നും നമുക്ക് ഇല്ല എന്ന്, അതിൽ വരുന്ന തെറ്റുകളെ ക്ഷമിക്കണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് ആദ്യം നമുക്ക് ഈ ഉദ്ധവനും അർജുനനും തമ്മിലുള്ള അധികാരി ഭേദത്തെ ഒന്ന് നോക്കാം. അതിലേറ്റവും പ്രസക്തമായിട്ട് നമുക്കപ്പോൾ തോന്നിയത് ശ്രീമദ് ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളുടെ വിപുലീകരണമാണ് 18,000 ഗ്രന്ഥങ്ങൾ വഴി ശ്രീമദ് ഭാഗവതത്തിൽ നിർവഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ രണ്ട് ശ്രോതാക്കൾ തമ്മിലുള്ള അധികാരിഭേദത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുന്നത്. നമ്മൾ ഈയിടെ ഈ വിഷയം പഠിച്ചപ്പോൾ തന്നെയാണെന്നാണ് ഓർമ്മ, അതോ മറ്റൊരു വിഷയമാണോ എന്ന് ഓർമ്മയില്ല. മറ്റ് സത്രത്തിലെ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോഴായിരിക്കാം. എന്തായാലും അധ്യാത്മഭാഗവതം വായിച്ചപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാക്കിയത്, ചൈതന്യ മഹാപ്രഭുവിന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനുമായിട്ടുള്ള ഒരു സംവാദം ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടോ എന്ന്, അല്ലെ ഭഗവത്ഗീതയെക്കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ മറുപടി, ഭഗവത്ഗീത ഞാൻ വിശദമായിട്ടൊന്നും പഠിച്ചില്ല, പക്ഷെ ഭഗവത്ഗീതയ്ക്ക് ശ്രീ വേദവ്യാസൻ തന്നെ എഴുതിയ ഒരു ഭാഷ്യമുണ്ട്, അത് ഞാൻ പഠിച്ചു. അപ്പോൾ ഗുരുവിന് അതിശയമായി.
ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് വേദവ്യാസ ഭഗവാൻ ഒരു ഭാഷ്യം എഴുതിയിട്ടുണ്ടോ? ഉണ്ട് ഗുരു. എന്താണ്? അതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് വേദവ്യാസ ഭഗവാൻ എഴുതിയ ഭാഷ്യമാണ് ശ്രീമദ് ഭാഗവതം എന്ന് കേട്ടപ്പോൾ ആ ഗുരുനാഥനുണ്ടായ അതിശയത്തെ അതിനകത്ത് സൂചിപ്പിക്കുകയുണ്ടായി എന്നർത്ഥം. ഒരു ഗ്രന്ഥത്തിൻ്റെ ഭാഷ്യം അതിൻ്റെ രചയിതാവ് തന്നെ എഴുതുമ്പോൾ പലപ്പോഴും പല ഗ്രന്ഥങ്ങളെക്കുറിച്ചും വിമർശകർ എഴുതുമ്പോൾ ഈ എഴുതിയ ആൾ ഉദ്ദേശിക്കാത്ത പല രീതിയിലേക്കും, അത് നല്ലതായിട്ടും ചീത്തയായിട്ടും പലതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചത് ശ്രീമദ് ഭഗവത്ഗീത എഴുതിയുണ്ടാക്കിയ സാക്ഷാൽ നമസ്തുതേ വ്യാസ വിശാല ബുദ്ധേ അല്ലെ, ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകത്തിൽ വേദവ്യാസ ഭഗവാനെ വിശാല ബുദ്ധിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഈ വിശാല ബുദ്ധിയായ വേദവ്യാസ ഭഗവാൻ ഭഗവത്ഗീതയ്ക്ക് ഒരു ഭാഷ്യം എഴുതിയതാണ് ശ്രീമദ് ഭാഗവതം എന്ന അറിവ് ഈ അടുത്ത കാലത്തുള്ള പഠനത്തിനിടയ്ക്കാണ് വന്നത് എന്നത് ഗുരുപരമ്പരയുടെ മഹിമയായിട്ട് അനുസ്മരിക്കട്ടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉദ്ധവനും അർജുനനും തമ്മിലുള്ള ഈ ഒരു താരതമ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാം. ഉദ്ധവോ ബുദ്ധിസത്തമ എന്നാണ് ഉദ്ധവനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നർത്ഥം. അതുകൊണ്ട് ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. സാക്ഷാൽ ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്നും നേരിട്ട് ശിക്ഷണം നേടിയ ആളാണ് ഉദ്ധവൻ. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് വെറും സാധാരണക്കാരനല്ല, അല്പം ഉയർന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതേസമയത്ത് അർജുനനാണെങ്കിലോ അങ്ങനെ ഒരു വിശേഷണമൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഉദ്ധവനെ ജ്ഞാനത്തിൻ്റെ അധികാരിയായിട്ടും അർജുനന് കർമ്മത്തിന് അധികാരിയായിട്ടും അവിടെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ബാലഗംഗാധര തിലകനെ പോലെയുള്ള മഹാത്മാക്കൾ കർമ്മയോഗമാണ് ഭഗവത്ഗീതയിലെ പ്രധാന വിഷയം എന്ന് ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയാണ് എന്നർത്ഥം. ആനെ കണ്ട കുരുടന്മാരുടെ കഥ പോലെ ഓരോ ഭാഗത്ത് നിന്ന് നോക്കിക്കാണുമ്പോൾ അതാണ് എന്ന് തോന്നുന്ന, അതാണ് ആ ഗ്രന്ഥത്തിൻ്റെ അതുല്യമായ അപാരമായ മഹിമയും. ഇവിടെ അധികാരി ഭേദത്തിനനുസരിച്ചാണ് ഇത് മനസ്സിലാക്കേണ്ടത്. യുദ്ധരംഗത്ത് വെച്ച് അർജുനനെ കർമ്മത്തിന് ഭഗവാൻ പ്രേരിപ്പിക്കുന്നു. എന്തുകൊണ്ട്? കർമ്മവാസന ഉള്ള അർജുനനെ പെട്ടെന്ന് ജ്ഞാനത്തിലേക്ക് ഉയർത്താനൊന്നും ഭഗവാന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധസ്യ വിഗതജ്വരഃ പലയിടത്ത് കാണാൻ ഭഗവത്ഗീതയിൽ. അത് വിശദമായിട്ടൊന്നും നോക്കാൻ നമുക്ക് സമയമില്ല. മാം അനുസ്മര യുദ്ധ്യച, മാം അനുസ്മര യുദ്ധ്യച യുദ്ധായ കൃതനിശ്ചയഃ. യുദ്ധത്തിന് ഭഗവാൻ പ്രേരിപ്പിക്കുന്നത് പോലെ തോന്നാം. പക്ഷെ കർമ്മത്തിന് അധികാരിയായ അർജുനന് അവിടെ ചെയ്യേണ്ടത് യുദ്ധരംഗത്തെ കർമ്മമാണ്. തൻ്റെ കർമ്മരംഗമായി യുദ്ധരംഗത്ത് തളർന്നു വീണ അർജുനനെ തൻ്റെ കർമ്മത്തിന് പ്രാപ്തനാക്കുകയായിരുന്നു അവിടെ ലക്ഷ്യം. അതേസമയത്ത് ഇവിടെ ഉദ്ധവര് അതല്ല എന്നർത്ഥം. എത്രയോ വർഷങ്ങളായിട്ട് ഭഗവാനെ സേവിച്ച് 5 വയസ്സ് മുതൽ കൃഷ്ണഭക്തി വളർത്തിക്കൊണ്ടുവന്ന് പിന്നീട് ഭഗവാന്റെ മന്ത്രിയായിട്ടും ഉച്ഛിഷ്ടം ഭുജിക്കുന്നവനായിട്ടും ഭഗവാന്റെ ഉത്തമ ചക്ഷുസ്സായിട്ടും പ്രവർത്തിച്ചയാളാണ് ഉദ്ധവൻ. അതുകൊണ്ട് ബുദ്ധിസത്തമനായ ബൃഹസ്പതി ശിഷ്യനായ ഉദ്ധവൻ ജ്ഞാനത്തിന് അധികാരിയെങ്കിൽ അർജുനൻ കർമ്മത്തിന് വളരെ വലിയൊരു തത്വത്തെയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പാകം നേടിയ ഒരാൾക്ക് മാത്രമാണ് ജ്ഞാനത്തിന് അധികാരിയാവാൻ കഴിയുക. അർജുനന് അതിനുള്ള പാകത വന്നിരുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ കർമ്മത്തിന് പ്രേരിപ്പിച്ചു. സർവ ഐശ്വര്യങ്ങളും നേടിയാലും എനിക്കിതൊന്നും ആവശ്യമില്ല ഭഗവൻ, ഞാനിതാ ഭിക്ഷാന്നം ഭുജിച്ച് ജീവിച്ചുകൊള്ളാം,
ഇതൊക്കെ കേൾക്കുമ്പോഴും ഭഗവാൻ അറിയാം ഇത് വെറുതെയാണ്, ഇത് പുറമേന്ന് വരുന്ന വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു പ്രസ്താവന മാത്രമാണ്, ഉള്ളിൽ ഇവൻ ഇപ്പോഴും കർമ്മവാസനയാണ് എന്ന് ഭഗവാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ കർമ്മത്തിന് പ്രേരിപ്പിച്ചു. എന്തുകൊണ്ട്? കർമ്മവാസന ഉള്ളിലുള്ളിടത്തോളം കാലം ആ കർമ്മങ്ങളെ ഭുജിച്ചു തന്നെ തീരണം. കെട്ടുകളായത് കർമ്മം, പുരുഷനായാലും സ്ത്രീക്കായാലും കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം, കെട്ടുകളോ ഫലഭുക്തിയാതീരും. ഇത് ഭുജിച്ചു തന്നെ തീരണം. അവശ്യം അനുഭോക്തവ്യം കൃതകർമ്മ ശുഭാശുഭം, നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരവി. കൽപ്പകോടി കാലം കഴിഞ്ഞാലും ഈ കർമ്മവാസന ഉള്ളിൽ നിന്ന് പോകാത്തിടത്തോളം കാലം കർമ്മവും കർമ്മഫലവും ഭുജിച്ചു തന്നെ തീരണം. അതുകൊണ്ട് അർജുനനെ കർമ്മത്തിന് ഭഗവാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ അധികാരി ഭേദമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഉദ്ധവർ ജ്ഞാനത്തിന് അധികാരിയാണെങ്കിൽ അർജുനൻ അവിടെ കർമ്മത്തിന് അധികാരിയായിരുന്നു. ഉദ്ധവർ ബുദ്ധിയുടെ സ്വരൂപം തന്നെയാണ്. നമ്മൾ പറഞ്ഞു ബുദ്ധി സത്തമനായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തത്. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ നമ്മൾ നേരത്തെ കണ്ടു. മാഹാത്മ്യത്തിൽ ഭക്തി ദേവിയും ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന മക്കളും. ജ്ഞാനവൈരാഗ്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ഭക്തിക്ക്. ഭക്തിയില്ലാത്ത ജ്ഞാനവും ജ്ഞാനമില്ലാത്ത ഭക്തിയും ഒരുപോലെ അപകടകാരിയാണ്. പക്ഷെ ഈ ജ്ഞാനത്തിലേക്ക് ഉയരണമെങ്കിൽ എന്ത് വേണം? വൈരാഗ്യം അത്യന്താപേക്ഷിതമാണ്. വൈരാഗ്യം എന്നുള്ള വാക്കിന് ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ കൊടുക്കുന്ന നിർവചനം തന്നെ നിത്യവസ്തു ഏകം ബ്രഹ്മ തദ്വ്യതിരിക്തം സർവമനിത്യം അയമേവ നിത്യാനിത്യവസ്തു വിവേക. ഈ കാണുന്നതൊക്കെ നശിക്കുന്നതാണ്. ഭഗവാൻ അർജുനോട് ഉദ്ധവനോട് പറയുന്നിടത്ത് ഇതേ വാചകം നമുക്ക് കാണാം. യദിദം മനസാ വാചാ ചക്ഷുർഭി ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണം ച. ഈ കാണപ്പെടുന്നതൊക്കെ നശിക്കുന്നതാണ്. ഈ കാണുന്നതിനെ എല്ലാം അറിയുന്ന കാണുന്ന കേനോപനിഷത്തിലെ ചോദ്യം തന്നെ, യാതൊന്നിനെയാണോ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്, എന്നാൽ യാതൊന്നിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് കണ്ണിന് കാണാൻ കഴിയുന്നത്, അതാണ് ബ്രഹ്മം. നേദം യദിദം ഉപാസതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേഹം യദിദം ഉപാസത. ഇത് എന്ന് തൊട്ട് കാണിച്ച് എണ്ണാവുന്നതൊന്നും ബ്രഹ്മമല്ല ഉപദേശിക്കുന്നു. പിന്നെ ഇത് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിരുന്ന പൊരുൾ. ആ പൊരുളുണ്ടെന്ന് പറഞ്ഞാലും പോരാ, പിന്നെ താനെന്നുറയ്ക്കുമളവാനന്ദമെന്ത്. ഇത് തന്നെയാണ് താൻ, അതാണ് ദാറ്റ് ഈസ് മൈ റിയൽ നേച്ചർ, ദാറ്റ് ഈസ് മൈ ട്രൂ നേച്ചർ, അതാണ് എൻ്റെ ശരിയായ ഭാവം എന്നുറപ്പ് വരുമ്പോഴാണ് പരമമായ ആനന്ദത്തെ അറിയുന്നത്. ഈ ജ്ഞാനത്തിന് വൈരാഗ്യം കൂടിയേ മതിയാകുള്ളൂ. അതുകൊണ്ടാണ് വിവേകം, വൈരാഗ്യം, മുമുക്ഷുത്വം എന്ന് സാധന ചതുഷ്ടയത്തിൽ അടുക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. വിവേകത്തിൽ നിന്നുളവായ വൈരാഗ്യത്തിന് മാത്രമേ ജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് സാധിച്ച ഒരു ജിജ്ഞാസുവായിരുന്നു ഉദ്ധവൻ. ഭഗവത്ഗീത ഭഗവാൻ സ്പഷ്ടമായിട്ട് സൂചിപ്പിച്ചു, ചതുർവിധാ ഭജന്തേ മാം ജനാസുഹൃദിനോർജുന. അർത്ഥാർത്ഥിയെയും ജ്ഞാനിയെയും ഒക്കെ ഭഗവാൻ പക്ഷെ ഈ ജ്ഞാനിക്ക് പരമമായൊരു സ്ഥാനമാണ് കൊടുത്തത്. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ. എന്താണ് ജ്ഞാനിക്കുള്ള പ്രത്യേകത? ഏകഭക്തി, അവ്യഭിചാരിണീ ഭക്തി, ഏകാന്ത ഭക്തി, തീവ്രഭക്തി. ഇത് ഉറയ്ക്കണമെങ്കിൽ ഭഗവാന്റെ പരമമായ തത്വത്തിൽ ഉറപ്പ് വരണം. ഈ ഉറപ്പ് വന്നയുള്ള ആളായിരുന്നു ഉദ്ധവൻ. ഇതാണ് അർജുനനും ഉദ്ധവനും തമ്മിലുള്ള ഒരു പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന വ്യത്യാസം. പിന്നൊന്ന്, രണ്ടുപേരുടെ ശരണാഗതിയെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഈ മുങ്ങിച്ചാകുന്നവൻ വൈക്കോൽ തുരുമ്പിലും കയറി പിടിക്കുമെന്ന് നാട്ടുപുറത്ത് പറയാറുണ്ട്. അതുപോലെ ഒരു അവസ്ഥയിലായിരുന്നു വാസ്തവത്തിൽ അർജുനൻ ഭഗവാനെ ശരണം പ്രാപിച്ചത്.
ക്ലൈബ്യമാസ്മഗമ പാർത്ഥ നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്വാ ഉത്തിഷ്ഠ. ഇതാണ് ഭഗവാൻ കൊടുത്ത കോൾ. നീ വെറും നപുംസകമാണ്. എന്തുകൊണ്ട്? ആണും പെണ്ണും കെട്ട പണിയാണ് അർജുന നീ കാണിക്കുന്നത്. ഇത് കേട്ടപ്പോഴാണ് അതിൽ കുറേ വാദഗതികൾ അർജുനൻ നിരത്തി നോക്കി. പക്ഷെ ഇതൊന്നും ഭഗവാന്റെ മുമ്പിൽ ശോഭിച്ചില്ല. ഭഗവാൻ ഒരക്ഷരം മിണ്ടില്ല. 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിലാണ് ഇത്രയെങ്കിലും ഭഗവാൻ പറഞ്ഞത്. അത് കൊടുത്തതോ ഹെവി ബ്ലോ. ക്ലീബത്തെ പോലെയാണ് അർജുന നീ പെരുമാറുന്നത്. ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ നീ ത്യജിച്ചിട്ട് എഴുന്നേൽക്കൂ. അർജുനന് ഗതി ഉണ്ടായില്ല. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ഭഗവാനെ, എന്നെ രക്ഷിക്കൂ. ഭഗവാന്റെ കാൽക്കൽ ശരണാഗതി. ഉദ്ധവരുടെ ശരണാഗതിയും അർജുനന്റെ ശരണാഗതിയും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കൂ, അപ്പൊ മനസ്സിലാക്കും. ഗതി കെട്ടാൽ പി നമുക്കൊക്കെ അറിയാം അല്ലേ, പുലി പുല്ലും തിന്നും. അങ്ങനെ ഒരു തീറ്റയായിരുന്നു അർജുനന്റെ ഇത് കണ്ടതെങ്കിൽ ഉദ്ധവരുടെ ശരണാഗതി നോക്കൂ, ഭഗവാന്റെ തത്വത്തിൽ മനസ്സിലാക്കിയിട്ടായിരുന്നു. ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഭഗവാനോട് പറയുമോ മാം അഭി സ്വധാമനയ, എന്നെയും കൂടി ഭഗവാനെ അങ്ങോട്ട് കൊണ്ടുപോകണു എന്ന്. ഭഗവാന്റെ സുധാമഗമനത്തിന് സമയമായി എന്ന് പറഞ്ഞ ഉദ്ധവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, എന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകുന്ന. അപ്പോൾ ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുറപ്പ് വന്ന ഉദ്ധവനെയാണ് നമ്മൾ അവിടെ കാണുന്നതെങ്കിൽ, ഇവിടെ അർജുനന് ഗതികേട് കൊണ്ടാണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. ഭഗവാന്റെ മഹിമയൊന്നും അറിഞ്ഞിട്ടായിരുന്നില്ല. പിന്നെ നിസ്സഹായാവസ്ഥയിലെത്തിയ ഒരുവന്റെ ശരണാഗതി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഗതികേട് ആയിരുന്നു അർജുനനെ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചത്. പക്ഷെ അതും വളരെ ഒരു വെൽക്കം സൈനായി. എന്തുകൊണ്ട്? അവിടെ വിഷാദം രോഗമായി പരിണമിക്കുന്നതിന് പകരം അർജുനന് വിഷാദം യോഗമായി. അതുകൊണ്ടാണ് 1-ാമത്തെ അധ്യായത്തിന് പേരിട്ടത് അർജുന വിഷാദ യോഗം. അർജുനന്റെ വിഷാദവും യോഗമായി ഭഗവാനിലെത്താൻ അർജുനനെ സഹായിച്ചു. അതേസമയത്ത് ഉദ്ധവരോ ഭഗവാന്റെ മഹിമ മുഴുവൻ മനസ്സിലാക്കിയ ആളായിരുന്നു. സാക്ഷാൽ പരിപൂർണ ബ്രഹ്മം തന്നെയാണ് ഇത്. ആ ഏകാദശ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ ശ്ലോകത്തിൽ സ്പഷ്ടമായിട്ട് ഉദ്ധവരുടെ വാക്കുകളിൽ നമുക്ക് ഇത് കാണാം. മഹായോഗിൻ നമോസ്തുതേ മഹായോഗിൻ, പ്രസിദ്ധമായ പ്രാർത്ഥന. പ്രപന്ന മനുഷ്യാധിമാം യഥാത്വച്ചരണാം ഭോജേ രതിസ്യാദ് അനപായിനിം. നമുക്കൊക്കെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാവുന്ന വാക്കുകളാണിതൊക്കെ. ഇതുപോലെ ഭഗവാനെ ശരണം പ്രാപിച്ചു. പ്രപന്നം എന്ന് പറഞ്ഞിട്ട് ആര്? അക്രൂരന്റെ സ്തുതിയിൽ കാണാമെന്നർത്ഥം. ദശമസ്കന്ധത്തിലെ 40-ാമത്തെ അധ്യായത്തിൽ. നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ഋഷികേശ നമസ്തുഭ്യം പ്രപന്നം പാഹിമാം പ്രഭോ. മറ്റൊരു അധികാരി, ഇങ്ങനെ മൂന്നായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നമുക്കിവിടെ അനുവാദമില്ല, എങ്കിലും ആ പ്രപന്ന ശബ്ദം വന്നതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. 3 പ്രപന്നന്മാരുടെ സുന്ദരമായ ചിത്രത്തെ നമുക്ക് കാണാം, മനസ്സിലാക്കാം. നമ്മുടെ സാധക ജീവിതത്തിൽ ഇത് എത്രമാത്രം നമുക്ക് പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കാനും കഴിയണം. വേദാന്തത്തിൻ്റെ, ഭാഗവതത്തിൻ്റെ, ഭഗവത്ഗീതയുടെ പഠനം നമുക്ക് പ്രയോജനപ്പെടുന്നത് ഈ അർത്ഥത്തിൽ ആയിരിക്കണം. ഇത് നമുക്കെങ്ങനെ നമ്മുടെ സാധക ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും? അത് കഴിയുന്നില്ലെങ്കിൽ ഗുരുനാഥനെ ശരണം പ്രാപിക്കൂ. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. മഹാത്മാക്കളുടെ കാലിൽ പോയി വീഴൂ, അവരെ നമസ്കരിക്കൂ. തത്വദർശികളായ ജ്ഞാനികൾ ഈ തത്വത്തെ നിനക്ക് ഉപദേശിച്ചു തരും. പരമമായ ഈ ജ്ഞാനം, അതാണ് ഉദ്ധവന്റെ ലക്ഷ്യം. അതല്ലേക്കാണ് ഭഗവാൻ ഉദ്ധവരെ നയിക്കുന്നത്. അതേസമയത്ത് അർജുനനോട് പറയുന്നതോ യുദ്ധം ചെയ്യൂ, നീ ഗുണാതീതനാകൂ, നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. സ്പഷ്ടമായിട്ട് ഭഗവാൻ സൂചിപ്പിക്കുന്നു. കർമ്മം ചെയ്ത് ചെയ്ത് കർമ്മത്തിന് അതീതമായ അവസ്ഥയിലേക്ക് ഉയരാൻ നിനക്ക് കഴിയണം. അഥവാ കർമ്മരോഗത്തിന്
കർമ്മയോഗ ചികിത്സ എന്നർത്ഥം. കർമ്മത്തെ കർമ്മം കൊണ്ട് തന്നെ നേരിടണം. അങ്ങനെ കർമ്മവാസനകൾ ഇല്ലാതായി കഴിയുമ്പോൾ ഉള്ളിൽ ഈ ജ്ഞാനം തെളിയും. യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണം ഭസ്മസാത് കുരുതേ തഥാ. ജ്ഞാനാഗ്നിയിൽ സമസ്ത കർമ്മവാസനകളും വെന്തില്ലാതാ. അതാണ് പറഞ്ഞത് സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. സമസ്ത കർമ്മങ്ങളും നമ്മെ ഈ ജ്ഞാനാവസ്ഥയിലേക്ക് എത്തിക്കണം. അതിനധികാരിയായ ഉദ്ധവരെയാണ് നമ്മളിത് കാണുന്നത്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഗുണാതീതന്റെ ആഹാരവിഹാരങ്ങളെ പറ്റിയൊക്കെ ഉദ്ധവർ ചോദിക്കുന്നത് കാണാം ഭഗവാനോട്. അതേസമയത്ത് അർജുനൻ ചോദിക്കുന്നതോ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതതി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. സ്ഥിതപ്രജ്ഞന്റെ അതിന് പറഞ്ഞു കേട്ടപ്പോൾ അർജുനന് വളരെ വലിയൊരു സുന്ദരമായ ഒരു വേർഡ് പിക്ചർ, ഒരു വാങ്മയ ചിത്രം സ്ഥിതപ്രജ്ഞനെ കുറിച്ച് കിട്ടി. അപ്പോൾ പെട്ടെന്നൊരു ഒരു ഒരു കൗതുകം, ഒരു ജിജ്ഞാസ അർജുനനിൽ ഉണർന്നു. അപ്പോഴാണ് ചോദിച്ചത് സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് നടക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, പറയുന്നത്, ആഹാരം കഴിക്കുന്നത്. ഭഗവാൻ കിട്ടിയ അവസരം ഭംഗിയായിട്ട് ഉപയോഗിച്ചു. 2-ാം അധ്യായത്തിൻ്റെ അവസാനം ഒരു 18 ശ്ലോകങ്ങൾ അങ്ങോട്ട് അടിച്ചു വിട്ടുകൊടുത്തു. അർജുനന് അതിലൊരു താല്പര്യം വരട്ടെ. ഇപ്പോൾ കർമ്മത്തിന് അധികാരിയാണെങ്കിലും ഇവനെ 18-ാമത്തെ അധ്യായത്തിലെ 66-ാമത്തെ ശ്ലോകത്തിലേക്ക് എത്തിക്കുമ്പോൾ ഇവൻ ആ തലത്തിലേക്ക് ബുദ്ധിപരമായ ഉറപ്പെങ്കിലും ഉണ്ടായിക്കഴിയണം. പരമമായ ഉപദേശം രണ്ടുപേർക്കും കൊടുത്തത് ഭഗവാൻ അതായിരുന്നു. എന്ത് സമസ്ത കർമ്മങ്ങളെയും ത്യജിച്ചിട്ട് എന്നിലേക്ക് വരൂ. ത്വംതു സർവം പരിത്യജ്യ. ഉദ്ധവരോട് ആദ്യമേ തന്നെ പറഞ്ഞു ത്വംതു സർവം പരിത്യജ്യ. അർജുനനോട് പറഞ്ഞപ്പോഴോ സർവധർമാൻ പരിത്യജ്യ. ആ വാക്കുകളുടെ നോക്കൂ, എത്ര സുന്ദരമായ പ്രയോഗങ്ങൾ. ത്വംതു സർവം പരിത്യജ്യ. അവിടെ സർവധർമാൻ പരിത്യജ്യ. എന്തുകൊണ്ട്? നിന്റേതല്ലാത്ത നോൺ റിയൽ ഓർ അൺറിയൽ ആയിട്ട് വെച്ചിരിക്കുന്ന കുറേ ധർമ്മങ്ങൾ ഇന്ന് നിന്റേതെന്ന് പറഞ്ഞിട്ട് നീ വെച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിലൊക്കെ ഇങ്ങനെ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നു. അതിനെയൊക്കെ അങ്ങോട്ട് വിട്ടുകളയൂ. എന്നിട്ട് എന്ത് വേണം? എന്നെ മാത്രമായിട്ട് ശരണം പ്രാപിക്കൂ. പലതിനെ ശരണം പ്രാപിച്ചാൽ ശരിയാവില്ല. പിന്നെ മാമേകം ശരണം വ്രജ. ഉദ്ധവരോടും ഭഗവാൻ അത് തന്നെ പറഞ്ഞു കൊടുത്തു. ത്വംതു സർവം പരിത്യജ്യ. ആ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഇത് സൂചിപ്പിക്കുന്നു എന്നർത്ഥം. പിന്നീട് അർജുനൻ ഈ വിഷാദത്തെ യോഗമാക്കാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. പക്ഷെ ഭഗവാന്റെ മഹിമ അറിഞ്ഞിട്ടല്ല, അല്ലേ? അജാനത മഹിമാനം തവേദം. അർജുൻ സ്പഷ്ടമായിട്ട് കൺഫസ് ചെയ്തു, ഭഗവാനെ അങ്ങയുടെ മഹിമയൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തുകൊണ്ട്? 11 അധ്യായത്തിൽ ഭഗവാന്റെ വിശ്വരൂപം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അർജുനന് ഭഗവാന്റെ മഹിമ ശരിക്കും ബോധ്യപ്പെട്ടത്. അവിടെയാണ് ഒരുപാട് എക്സ്ക്യൂസും സോറിയും ഒക്കെ അർജുനൻ പറയുന്നത്. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേ, ഇങ്ങനെയൊക്കെ ഞാൻ വിളിച്ചുപോയി ഭഗവാനെ. അതുകൊണ്ട് എന്ത് വേണം? ഒരച്ഛൻ മകനോട് ക്ഷമിക്കുന്നത് പോലെ, ഒരു സുഹൃത്തിനോട് ക്ഷമിക്കുന്നത് പോലെ പിതേവ പുത്രസ്യ സഖേവ സഖ്യുഹു, ക്ഷമിക്കണേ. അതേസമയത്ത് അങ്ങനെ ഒരു റിഗ്രറ്റ്, സോറി, എക്സ്ക്യൂസ് മീ ഒരിക്കലും ഉദ്ധവർക്ക് വേണ്ടി വന്നില്ല. എന്തുകൊണ്ട്? പരമമായ ഈ ഭാവത്തിൽ ഭഗവാനെ മനസ്സിലാക്കിയത് ആളായിരുന്നു ഉദ്ധവൻ. അതുപോലെ ഈ ജഗത്ത് മിഥ്യയാണ് എന്ന് ഉദ്ധവനെ ഉപദേശിക്കുമ്പോൾ അർജുനനോട് ഒരിക്കലും ഭഗവാൻ ജഗത്ത് മിഥ്യയാണെന്ന് ഉപദേശിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കർമ്മത്തിന് അധികാരിയായ ഒരാളിനോട് ഈ ജഗത്ത് മിഥ്യയാണെന്ന് ഉപദേശിച്ചാൽ ഹി വിൽ ബി ടോട്ടലി കൺഫ്യൂസ്ഡ്. അതല്ല ഭഗവാന്റെ ഉദ്ദേശം. അർജുനോട് പറഞ്ഞപ്പോൾ പോലും ഭഗവാൻ പറഞ്ഞത് എന്താണ്? ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം. അജ്ഞാനികളായ കർമ്മസംഗികൾ വളരെ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് അവിടെ. എന്തുകൊണ്ട്? കർമ്മങ്ങളെല്ലാം അജ്ഞാനത്തിൻ്റെ പ്രോഡക്ട്സ് ആണ്, സന്തതികളാണ്.
അത് പ്രായശ്ചിത്തം ഏകാദശത്തിൽ ഭംഗിയായിട്ടത് ഉപദേശിക്കുന്നുണ്ട് എന്നർത്ഥം. പാപകർമ്മവും അതിന് പ്രായശ്ചിത്ത കർമ്മവും. കർമ്മം എന്ന നിലവാരത്തിൽ ഇത് രണ്ടും അജ്ഞാനത്തിൻ്റെ പ്രൊജക്ഷൻസ്, മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. പിന്നെ എന്താ ചെയ്യുക? ഈ രീതിയിൽ ചെയ്യൂ. കർമ്മം ചെയ്ത് കർമ്മത്തിൽ നിന്ന്. അതുകൊണ്ടാണ് രണ്ട് മാർഗത്തെ സൂചിപ്പിക്കുന്നത്, പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും. അർജുനന് തൽക്കാലം പ്രവൃത്തി മാർഗമാണ് ഭഗവാൻ നിർദ്ദേശിച്ചതെങ്കിൽ ഉദ്ധവർക്ക് നിവൃത്തി മാർഗത്തെ തന്നെ ആദ്യമേ ഉപദേശിച്ചു കൊടുക്കുന്നു. എന്തുകൊണ്ട്? നേരത്തെ സൂചിപ്പിച്ചു, അധികാരി ഭേദം. അതുകൊണ്ടാണ് ഉദ്ധവരെ ഗോപികമാരുടെ അടുത്തേക്ക് കൂടി ഭഗവാൻ അയച്ചത്. ശരിയായ ഭക്തി. നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. ഇത് പറയാൻ ഗോപികമാർക്ക് കഴിഞ്ഞു. അവരൊരു ഉപനിഷത്തും പഠിച്ചിരുന്നില്ല, ഒരു വേദാന്ത കോഴ്സിനും അറ്റൻഡ് ചെയ്തിരുന്നില്ല, ഒരു വേഷവും മാറിയിരുന്നില്ല. പക്ഷെ അവരെ ക്രമാനുഗതമായിട്ട് ഭഗവാൻ ഉയർത്തി ഈ പദത്തിൽ എത്തിച്ചിരുന്നു. ഗോപികാഗീതത്തിലെ വളരെ പ്രസിദ്ധമായ ഓഫ് കോട്ടഡായ പ്രയോഗം. അവരുടെ അടുത്തേക്ക് ഹയർ എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ഉദ്ധവരെ ഭഗവാൻ അയക്കുന്നു. ആ പദവിയിലെത്തിയ ഉദ്ധവനെ നമുക്ക് നമസ്കരിക്കാം. സമയത്തിൻ്റെ കുറവുണ്ട്. നമ്മളിനി ഉദ്ധവോപദേശത്തിലെ ചില പോയിന്റ്സ് മാത്രം നമുക്ക് നോക്കാൻ ശ്രമിക്കാം. ഈ അധികാരിഭേദം ഇങ്ങനെ പലതുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് കുറേ അധികം ചർച്ചയ്ക്കുള്ള വകയുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള വേദികളിൽ ആ ജിജ്ഞാസയെ ഒന്ന് ഉണർത്താനാണ് പലപ്പോഴും നമുക്ക് സാധിക്കുക. അത് കൂടുതൽ പ്രയോജനപ്പെടുത്തി ഭാഗവത പഠനത്തിന് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം, ഗുരുകൃപ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഉദ്ധവോപദേശത്തിലെ ചില പ്രധാനപ്പെട്ട ചില പോയിന്റ്സിലേക്ക് മാത്രം നമുക്ക് നോക്കാം. ഓരോ ഭാഗമായിട്ട് കാണാൻ നമുക്ക് സമയം അനുവദിക്കാത്തതുകൊണ്ട്. ആദ്യം നേരത്തെ നമ്മൾ പറഞ്ഞു, എന്താണ്? ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു. എല്ലാറ്റിലുമുള്ള എൻ്റേത് ഞാൻ എന്ന ഭാവത്തെ ഉപേക്ഷിക്കൂ. ഭഗവാൻ ഇവിടെ പറഞ്ഞത് സ്നേഹം സ്വജന ബന്ധുഷു, സ്വജനങ്ങളിലുള്ള സ്നേഹത്തെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് എന്താ? മയ്യാവേശ്യ മനഃ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉപദേശം. മൈ ആവേശ്യ മനഃ. ഇത് തന്നെയാണ് ഭഗവത്ഗീത മുഴുവൻ ഭഗവാൻ പറയുന്നത്. മയ്യേവ മനയാധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. ബുദ്ധൗ ശരണമന്വിച്ഛ. അങ്ങനെ കാണാം ബുദ്ധിയോഗത്തെ. ദദാമി ബുദ്ധിയോഗം. എത്രടത്ത് കാണാം ഇതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാവത്തിലേക്ക് ഉണർന്നെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ വിടാൻ സാധിക്കൂ. ഈ വിടുക എന്ന് പറയുമ്പോൾ ബലാത്കാരമായി എന്തിനെങ്കിലും പറിച്ചെറിയലല്ല ഈ വിടൽ അഥവാ വിടുതൽ എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഗുരുനാഥൻ സ്വാമി ചിന്മയാനന്ദജി പലപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു പ്രയോഗം, നമുക്ക് വേണ്ടത് സബ്ലിമേഷനാണ്, സപ്രഷനല്ല. സപ്രഷൻ എന്ന് പറയുമ്പോൾ ബലാത്കാരമായിട്ട് അടക്കി വയ്ക്കുന്നു. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇല്ലാതാകൽ. വേണ്ടതൊക്കെ നമ്മിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. അതിനെന്താ ചെയ്യുക? മയ്യേവ മനയാധൽസ്വ മയി ബുദ്ധിം നിവേശയ. സത്യം വദാമി മമ ഭൃത്യാദി വർഗം. ഹരിതാമൃതത്തിൽ ഇതേ ആശയം നമുക്ക് കാണാം. എന്നിട്ടോ യാതൊന്ന് കണ്ടത് നാരായണ പ്രതിമ, യാതൊന്ന് ചെയ്തൊക്കെ ഈ ഭാവത്തിലേക്ക് ഉയരാൻ സാധിക്കണം. പക്ഷേ ഈ അനാരോഗ്യകരമായ ഒരു ബന്ധം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനോടും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാർക്ക് അത് കൂടുതൽ പ്രസക്തമാണ് എന്നർത്ഥം. ഞാനും എൻ്റേതും ആണിത് മുഴുവൻ. സൂക്ഷ്മമായിട്ട് ഞാൻ വളരുന്നത് മുഴുവൻ സ്ഥൂലമായ എൻ്റേതിൽ കൂടി മാത്രമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് എഴുത്തച്ഛൻ ഭംഗിയായിട്ട് സൂചിപ്പിച്ചത്, മാമ ഉള്ളതിനെയൊക്കെ അങ്ങോട്ട് എടുത്തു, എന്നിട്ടോ ഒക്കെ ത്വതർപ്പണമതാക്കിയിട്ട് ഞാനുമിഹ. ആ ഞാനാണ് ഇതിന് മുഴുവൻ കാരണം എന്നർത്ഥം.
അതുകൊണ്ട് ആ ഞാനിനെയും കൂടി ഞാൻ ഇതാ സമർപ്പിക്കുന്നു. ഈ സമ്പൂർണമായ ശരണാഗതി, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് സാധിക്കേണ്ട. മനുഷ്യജന്മം സഫലമാകുന്നത് സമ്പൂർണമായ ഈ ശരണാഗതിയോടുകൂടി മാത്രമാണ്. മറ്റെന്തൊക്കെ സാധിച്ചു കഴിഞ്ഞാലും അല്ലെ, ബൈബിളിലെ പോലും ഒരു കൊട്ടേഷൻ പലപ്പോഴും നമുക്ക് ഓർമ്മ വരാറുണ്ട് എന്നർത്ഥം. ഈ മനുഷ്യജന്മത്തിൽ എന്തെല്ലാം നേടിയാലും ആത്മാവിനെ അറിഞ്ഞില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഒരു സുവിശേഷത്തിൽ സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ പരമമായത് ഈ അറിവാണ്. ഇതുകൊണ്ട് മാത്രമേ മനുഷ്യജന്മം, എന്തുകൊണ്ട് ഈ മനുഷ്യജന്മം എന്ന് എടുത്തു പറയുന്നു? മനുഷ്യജന്മത്തിലാണ് താരതമ്യേന അതിനുള്ള സാധ്യതകൾ കൂടുതൽ. എന്തുകൊണ്ട്? വിവേകം പൂർണ്ണമായ വളർച്ച എത്തിയത് മനുഷ്യനിലാണെന്നാണ് സങ്കല്പം. പത്രഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് സങ്കല്പം. കാരണം പലപ്പോഴും പത്രം എടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതിന് വിരുദ്ധമായ വാർത്തകളായാണ് എന്നർത്ഥം. കാരണം ഈ വിവേകം എന്ന പരമമായ ഒരു കഴിവിനെ നമ്മൾ പലപ്പോഴും മിസ്യൂസ് അഥവാ എബ്യൂസ്, ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. അപ്പം ഇതിൽ നിന്നൊരു മോചനം എങ്ങനെയാണ് സാധിക്കുക? അതാണ് ഇതിലൊക്കെ സൂചിപ്പിക്കുന്ന മയ്യേവ മനയാധൽസ്വ മയി ബുദ്ധിം നിവേശയ. ഈ മനസ്സിനെയും ബുദ്ധിയെയും ഭഗവാനിൽ ഉറപ്പിക്കാനാണ്, പരമമായ ഭഗവത് തത്വത്തിൽ ഉറപ്പിക്കാനാണ് ഈ സാധനങ്ങളെല്ലാം നമുക്ക് പ്രയോജനപ്പെടേണ്ടത്. ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളും നമുക്കിതിലേക്ക് സാധിക്കും. ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളും അല്ലെ, ഈ ഉത്തമ ഭക്തന്റെ ലക്ഷണം പറഞ്ഞു കൊടുക്കുന്നിടത്ത് നിമീ നവയോഗി സംവാദത്തിൽ ഇത് തന്നെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. കാണുന്നതൊക്കെ ഭഗവാന്റെ മഹിമയാണ് എന്നുള്ള ഉറപ്പ് വരണം. അതാണ് ഉത്തമ ഭക്തന്റെ ലക്ഷണം എന്നർത്ഥം. അതിനെന്ത് വേണം? ബുദ്ധിയിൽ ഈ തത്വം ഉറയ്ക്കണം. ബുദ്ധിം തു സാരഥിം വിദ്ധി. കഠോപനിഷത്തിലെ രഥകൽപ്പന എന്നർത്ഥം. ശരീരമാകുന്ന രഥവും ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളും മനസ്സാകുന്ന കടിഞ്ഞാണും ബുദ്ധിയാകുന്ന സാരഥിയും ഭംഗിയായിട്ട് ഉപയോഗിക്കൂ. അപ്പോഴാണ് ഈ മനുഷ്യ ജീവനാകുന്ന രഥിക്ക് ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുക. അപ്പോൾ മനസ്സിനെയും ബുദ്ധിയെയും ഒരേപോലെ ഉയർത്താൻ സാധിക്കണം. അതുകൊണ്ട് മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആരാധനകളും കർമ്മങ്ങളും ഉപാസനകളൊക്കെ ഉണ്ടാകണം. ബുദ്ധിയെ ഉയർത്താൻ വേണ്ടിയിട്ട് ഈ തത്വത്തെ പഠിക്കണം, അതിനെ മനനം ചെയ്യണം, ശ്രവണം വേണം അല്ലേ. പ്രഹ്ലാദന്റെ ഉപദേശം തന്നെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ശ്രവണം, കീർത്തനം എക്സെട്ര. ശ്രവണത്തിൽ തുടങ്ങി ആത്മനിവേദനത്തിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയ പ്രഹ്ലാദനവിടെ സൂചിപ്പിക്കുന്നു. ഇതിന് മുഴുവൻ വേണ്ടത് മനസ്സുകൊണ്ട് നാമരൂപങ്ങളുടെ സഹായത്തോടുകൂടി മനസ്സിനെ ഉയർത്തുക, തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ബുദ്ധിയെയും ഉയർത്തുക എന്നർത്ഥം. ഇങ്ങനെ മനസ്സും ബുദ്ധിയും ഒരേപോലെ ഉയരുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകാവുന്ന എന്താ പറയുക, ഒരു ഹാൻഡിക്യാപ്ഡ് എന്നുള്ള അവസ്ഥ മാറിക്കിട്ടുള്ളൂ. ഇതെങ്ങനെ സാധിക്കാം? ഉദ്ധരേത് ആത്മനാ ആത്മാനം. യാതൊരു സംശയമില്ലാതെ ഭഗവാൻ അർജുനോട് ഉദ്ദേശിക്കുന്നു, ഉദ്ധരേത് ആത്മനാ ആത്മാനം. നീ തന്നെ നിന്നെ ഉയർത്തണം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിരിക്കുന്നു. ചോയ്സ് ഈസ് യുവേഴ്സ്. വേണ്ടതുപോലെ ചെയ്യൂ. നേരത്തെ സൂചിപ്പിച്ച പോലെ വിവേകത്തെ ഉപയോഗപ്പെടുത്താം, ദുരുപയോഗപ്പെടുത്താം. അങ്ങനെ സാധിക്കൂ. അതാണ് ആദ്യം സൂചിപ്പിക്കുന്ന മയ്യാവേശ്യ മനഃ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം അതാണ്. പിന്നെ സൂചിപ്പിക്കുന്ന ഒന്ന്, ഈ ഇന്ദ്രിയങ്ങളാൽ ഇന്ദ്രിയങ്ങളും മനസ്സും. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സുണ്ട്. കാരണം ഒരു ഇന്ദ്രിയങ്ങൾക്കും തന്നെ പ്രവർത്തിക്കാനുള്ള കഴിവില്ല. നേത്രേന്ദ്രിയത്തിൻ്റെ കൂടെ മനസ്സ് പ്രവർത്തിക്കുമ്പോഴാണ് രൂപം എന്ന വിഷയത്തെ ഗ്രഹിക്കാൻ സാധിക്കുക. അതുപോലെ എല്ലാ വിഷയങ്ങളും അങ്ങനെ മനസ്സുകൊണ്ടും വിഷയങ്ങൾ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും അനുഭവിക്കപ്പെടുന്നതൊക്കെ നശ്വരമാണ്. ഇതിനൊന്നും സ്ഥായിയായ ഭാവമില്ല. ഇതൊക്കെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ്. അത് നേരത്തെ സൂചിപ്പിച്ചു, പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. എന്തുകൊണ്ട്? എഴുത്തച്ഛൻ രാമായണത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്, ആയുസ്സു പോകുന്നതേതൂമറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. സ്വപ്ന ദൃഷ്ടാന്തം വഴി ഉദ്ധവർക്ക് ഭഗവാൻ ഇത് ബോധിപ്പിക്കുന്നുണ്ട്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഭഗവാൻ യഥാനിദ്രയാ, ഒറ്റ വാക്ക്, രണ്ട് ചെറിയ വാക്കുകൾ വഴിയാണ് ആചാര്യസ്വാമികൾ അത് നമ്മെ ബോധിപ്പിക്കുന്നത്. യഥാനിദ്രയാ,
നിദ്രയിലെ പോലെ സ്വപ്ന ദൃഷ്ടാന്തത്തെ, സ്വപ്നാദിയിൽ പലത് കണ്ടിട്ട് ഹരിതാമകീർത്തനത്തിലും അത് തന്നെ സൂചിപ്പിച്ചു. അപ്പൊ ആ മിഥ്യാത്വത്വം ബോധിക്കണം. നേരത്തെ സൂചിപ്പിച്ച വിവേകം എന്നുള്ളതിൻ്റെ നിർവചനത്തിൽ നമ്മളത് കണ്ടു. ഇതെല്ലാം നശിക്കുന്നതാണ്. പിന്നെ നശിക്കാത്തത് എന്തുണ്ട്? വിനശ്യൽസു അവിനശ്യന്തം. ഗീതയിൽ ഭഗവാൻ സൂചിപ്പിക്കും. ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിൻ്റെയും പിന്നിൽ നശിക്കാത്ത ഒരു ബോധമുണ്ട്. ഗജേന്ദ്രസ്തുതിയിൽ അവസാന ഭാഗത്ത് ഒരു കാണാം നമുക്ക്, അല്ലേ? ഭഗവാൻ ആരാണ്? സവൈന ദേവാസുരമർത്യ തിര്യഗ്ന സ്ത്രീന ഷണ്ടോ ന പുമാന്ന ജന്തുഹു. ഈ ഭഗവാൻ എങ്ങനെയാണ്? മർത്യനുമല്ല, നരനുമല്ല, പുരുഷനുമല്ല, സ്ത്രീയുമല്ല, എന്നാൽ നപുംസകമായിരിക്കും. അതുമല്ല. ന ഷണ്ടോ, പിന്നെ അതുമല്ല, ഇതുമല്ല, പിന്നെന്ത്? നിഷേധശേഷോ ജേതാദശേഷ. ഇങ്ങനെ എല്ലാറ്റിനെയും നിഷേധിച്ചു കഴിയുമ്പോൾ നിഷേധിക്കാനാവാത്ത ഒരു ബോധം, അശുദ്ധമായ ബോധം, അബ്സല്യൂട്ട് കോസ്, ഇറ്റേണൽ റിയാലിറ്റി, സുപ്രീം ട്രൂത്ത്, അതാണ് ഭഗവാൻ എന്ന് ഉറക്കണം. അതാണ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇത് മായയാണ് എന്ന് ബോധിക്കാൻ കഴിയണം. അതെങ്ങനെയാ സാധിക്കുക? ദൈവീഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ഭഗവാൻ പറഞ്ഞു, ദൈവീഹേഷാ ഗുണമയീ മമ മായാ. എൻ്റെ മായ കടന്നു കിട്ടാൻ പ്രയാസമാണ്. പിന്നെ എങ്ങനെയാ കടന്നു കിട്ടാൻ സാധിക്കുക? മായാനാഥനായ എന്നെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കൂ. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടല്ലോ. മത്സ്യത്തെ പിടിക്കാൻ വന്ന, വലയെറിയാൻ വന്ന ആള് മനസ്സിലാക്കിക്കൊണ്ട് കുറേ മത്സ്യങ്ങൾ വലയിടുന്ന ആളിൻ്റെ പാദങ്ങളിൽ വന്ന് ശരണം പ്രാപിച്ചു നിന്നു. കാരണം വലയെറിയുമ്പോൾ എപ്പോഴും കുറച്ച് ദൂരെയോട്ട് മാറിയേ വീഴുകയുള്ളൂ, എറിയുന്ന ആളിൻ്റെ അടുത്ത് വീഴുകയില്ല. ഇത് തത്വം മനസ്സിലാക്കിയവരെന്ത് ചെയ്തു? നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം എന്ന് പറഞ്ഞിട്ട് ആ വലക്കാരനെ ശരണം പ്രാപിച്ചു. അവരൊക്കെ രക്ഷപ്പെട്ടു. ഭഗവാന്റെ മായ ഈ വലയാണ്. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചു. അത് മായാമേതാം തരന്തിതേ. ഇതിന് എന്ത് വേണം? മാം ഏവ യഹ. അവിടെ യഹ എന്നുള്ള യൂണിവേഴ്സൽ പ്രോനൗണാണ് ഉപയോഗിച്ചത്. അവിടെ മനുഷ്യരെന്നോ മറ്റു ജീവികളെന്നോ പറഞ്ഞില്ല, ബ്രാഹ്മണരെന്നോ ക്ഷത്രിയരെന്നോ ചണ്ടാലെന്നോ പറഞ്ഞില്ല, ഗുരുവായൂരുകാരെന്നോ അമേരിക്കക്കാരെന്നോ പറഞ്ഞില്ല. പിന്നെ കാലത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ യാതൊരു പരിഗണന ഇല്ലാതെ യഹ യഹ എന്നുള്ള യൂണിവേഴ്സൽ പ്രോനൗൺ. ആർക്കാണോ ഇത് സാധിക്കുന്നത് അവർക്കൊക്കെ സാധിക്കുന്നു. ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ കാലത്തിൻ്റെയോ ദേശത്തിൻ്റെയോ പേരിൽ ഇതാർക്കും റിസർവ് ചെയ്ത് കൊടുത്തിട്ടുമില്ല, ആർക്കും ഇത് നിഷേധിച്ചിട്ടുമില്ല. പരമമായ ഒരു തത്വം ഭാഗവതവും ഭഗവത്ഗീതയും പഠിപ്പിക്കുന്നത് ഇതാണ്. ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ഈ ഭാഗവത പഠനം നമുക്ക് പ്രയോജനപ്പെടുന്നത്. പിന്നന്ന് സൂചിപ്പിക്കുന്നത് ജീവന്റെ ഉൽപ്പത്തി തന്നെ അവിദ്യയിലാണ്. അനാദി അവിദ്യ ബന്ധം. ഈ കർമ്മം, അദൃഷ്ട കർമ്മമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആവിഷ്കാരത്തിനും കർമ്മത്തിനും ഇടയാകുന്നത്. ഭട്ടതിരിപ്പാട് നാരായണീയത്തിലും ഈ ഭാഗം എന്തിനു വേണ്ടി? കഷ്ടാതേ സൃഷ്ടിചേഷ്ട. ഈ സൃഷ്ടിയൊക്കെ കഷ്ടമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയിട്ട്. ഈ ജീവന്റെ കർമ്മവാസനകൾ എക്സോസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഇതുപോലൊരു കർമ്മഭൂമി ഉണ്ടാകണം. അങ്ങനെ അത് സൂചിപ്പിച്ചു ജീവൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട മുഴുവൻ എന്തിനാണ്? ആത്മജ്ഞാനം ഉണ്ടാകേണ്ടതാണ്. ഇതാണ് ഗജേന്ദ്രന്റെ സ്തുതിയിൽ നമ്മൾ കണ്ട്. തൽക്കാലം ഈ മുതലയുടെ പിടിയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമെന്നല്ല പ്രാർത്ഥിച്ച. പിന്നെന്താണ്? ഈ സംസാരമാകുന്ന പൊയ്കയിൽ അജ്ഞാനമാകുന്ന മുതലയുടെ പിടിയിൽപ്പെട്ടിരിക്കുന്ന എന്നെ മോചിപ്പിക്കണേ. അതാണ് ഛിദ്യതേ ഹൃദയഗ്രന്ഥി എന്നൊക്കെ സൂചിപ്പിക്കുന്നത്. അതാണ് അഹങ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്ഷനായിട്ട് ആദ്യം നമ്മൾ കാണുന്നത് ഈ അവിദ്യയുടെ. അതുകൊണ്ടത് ഇല്ലാതെയാവണേ. അപ്പം അഹങ്കാരം നശിക്കണം. അഹങ്കാരം നശിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ജ്ഞാനമില്ലെങ്കിലോ ഭേദബുദ്ധി എപ്പോഴും നിലനിൽക്കുന്നു. ഭേദബുദ്ധിയാണ് ഇല്ലാതാകേണ്ടത്. അതുകൊണ്ട് അഭേദബുദ്ധി, ഏകാന്ത ഭക്തി ഒക്കെ സൂചിപ്പിക്കുന്നത് അതാണ്. അപ്പം ഈ ഭേദബുദ്ധി പോകാത്തിടത്തോളം കാലം ഗുണദോഷ വൃത്തി നമുക്ക് നിൽക്കും. അപ്പോൾ അത് മുഴുവൻ രാഗദ്വേഷങ്ങളിലേക്ക്
നമ്മെ നയിക്കും. ഈ രാഗദ്വേഷങ്ങളാണ് കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങളായിട്ട് വരുന്നത്. ഗീത 16 അധ്യായത്തിൽ ഭഗവാൻ സൂചിപ്പിക്കും, ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭഃ തസ്മാത് ഏതത്രയം ത്യജേത്. 3 വലിയ വാതിലുകൾ തുറന്നിട്ടിരിക്കുക നരകത്തിലേക്ക്. സ്വർഗത്തിലെ ആണെങ്കിൽ ഇമ്മിണി ചെറിയ വാതിലുകളാണ്, ഒരു വാതിലേ ഉള്ളൂ, വളരെ ഇടുങ്ങിയതുമാണ്. നരകത്തിലേക്കോ വലിയ 3 വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. കാമക്രോധസ്തഥാ ലോഭഃ. ഇതിന് മുഴുവൻ കാരണം എന്താണ്? അഹങ്കാരം മാത്രമാണ്. അവിദ്യയുടെ ആദ്യത്തെ മാനിഫെസ്റ്റേഷനായ പ്രൊജക്ഷനായ അഹങ്കാരമാണ്. അതുകൊണ്ട് ഈ അഹങ്കാരത്തിൽ നിന്ന് മോചനം. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിച്ചത് ഹരിനാമകീർത്തനത്തിൽ എന്ത്? ഞാനെന്ന ഭാവം ഉണ്ടാകരുതേ, അഥവാ ഉണ്ടാകുകയാണെങ്കിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. സമസ്ത ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ എന്ന തോന്നൽ മാത്രമേ എനിക്ക് ഉണ്ടാവേണ്ട. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഭഗവത് തത്വത്തിൽ ഈ ഉറപ്പ് ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ഈ അഹങ്കാരം ഇല്ലാതെയാകുകയുള്ളൂ. പിന്നൊന്ന് സൂചിപ്പിക്കുന്നത് വൈരാഗ്യത്തിൻ്റെ പ്രാധാന്യം, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നൊന്ന് ഒരു മുമുക്ഷുവിന്, അല്ലേ, നമ്മൾ സാധന ചതുഷ്ടയം മുഴുവനും ചർച്ച ചെയ്തില്ല. 4ാമത് സൂചിപ്പിക്കുന്ന ക്വാളിഫിക്കേഷനാണ് മുമുക്ഷുത്വം. വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്കസമ്പത്തി, മുമുക്ഷുത്വം. മോക്ഷം മേ ഭൂയാൻ ഇതി ഇച്ഛ മുമുക്ഷുത്വം. ഇതാണ് തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥത്തിൽ ആചാര്യസ്വാമികൾ കൊടുക്കുന്ന നിർവചനം. മോക്ഷം മേ ഭൂയാൻ, എനിക്ക് ഇതിൽ നിന്നൊക്കെ മോചനം വേണം. ഏതിൽ നിന്നൊക്കെ? അത് ഓരോരുത്തരുടെ അധികാരി ഭേദം അനുസരിച്ചിരിക്കും. ഈ നരകത്തിൽ തന്നെ പ്രസിദ്ധമായ നമ്മുടെ പഴയ പ്രാർത്ഥന, അത് വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളതല്ല എന്നർത്ഥം. ഈ നരകമൊക്കെ ആര് സൃഷ്ടിച്ചു? നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ തന്നെ സൃഷ്ടിച്ചു വെച്ചതാണ്, അല്ലേ? കസ്യ ദുഃഖസ്യ കോ ഹേതുർ ജഗത്രയേ കസ്യ സുഖസ്യ വാ ഹേതു കോ വിസഹേ. അധ്യാത്മരാമായണത്തില് ഗുഹനോട് ലക്ഷ്മണൻ പറയുന്ന ഭാഗത്ത് സൂചിപ്പിക്കും, ആരാരുടെ ദുഃഖത്തിന് കാരണമാകുന്നു, ആരാരുടെ സുഖത്തിന് കാരണമാകുന്നു. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ഇതങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ വേറെ ആരെയും നമ്മൾ ഒന്നിനും കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ ഭഗവത് തത്വത്തിലേക്ക് നമുക്ക് ഉയരാൻ അതാണ് ഈ മുമുക്ഷു എന്ന വാക്കുകൊണ്ട്, ആ മുമുക്ഷു എന്നുള്ള വാക്ക് വന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും സൂചിപ്പിച്ചതെന്നർത്ഥം. ഒരു മുമുക്ഷുത്വം നേടിക്കഴിഞ്ഞാൽ അതിന് വിപരീതമായ ഒന്നിലും താല്പര്യം ഉണ്ടാവില്ല, അല്ലേ? ഇപ്പം പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ ഭാഗവതം ചർച്ച ചെയ്യുന്നുണ്ട്, നമുക്ക് അതിങ്ങനെ നോക്കാം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു മുമുക്ഷുത്വം അപ്പോൾ പെട്ടെന്ന് വന്നു? കാലാഹിനാ പരിഗ്രസ്തമാം ലോകം എന്ന് തിരിച്ചറിഞ്ഞു എന്നർത്ഥം. ഇനി 7 ദിവസം കൂടെ ആയുസുള്ളൂ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് മനസ്സിലാക്കണം, എന്ത്? ചക്ഷുശ്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ ആണ് നമ്മുടെ അവസ്ഥ. കാലാഹിനാ പരിഗ്രസ്തം, കാലമാകുന്ന പാമ്പിൻ്റെ പിടിയിൽപ്പെട്ടവരാണ് നമ്മൾ. ഇത് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഈ മുമുക്ഷുത്വം സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. അതുകൊണ്ടാണ് പരീക്ഷത്തിനോട് അവസാനം പറയുന്നത് എന്താണ്? നീ മരിക്കുന്നവനാണ് എന്നുള്ള ബോധത്തെ ഉപേക്ഷിക്കൂ. പശുബുദ്ധിമിമാം ജഹി. അപ്പൊ മരിക്കുന്നു എന്ന് തോന്നുന്ന ആരെയാണ്? പശുബുദ്ധിയുള്ളവരാണ്. ശരിയായ അറിവില്ലാത്തവർക്കാണ് ഞാൻ മരിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ മുമുക്ഷുത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വരുന്നത് ഈ മറ്റുള്ളതിലൊക്കെയുള്ള സ്വാഭാവികമായ ഒരു വിരാഗാവസ്ഥ. വിരാഗം എന്ന് പറയുമ്പോൾ വിഗതേ രാഗം, വിശേഷണ രാഗം രണ്ടും ഉണ്ടാവാമെന്നർത്ഥം. ഈ അനശ്വരമായ ഭഗവത് തത്വത്തിൽ മനസ്സുറപ്പിക്കുക, നശ്വരമായ എല്ലാത്തിൽ നിന്നും മനസ്സിനെ പിൻവലിക്കുക. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ. ഭഗവാൻ അതും ഉദാഹരണം കാണിച്ചു കൊടുത്തു. എന്ത്? പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെയാണോ ആമ തൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് പിൻവലിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നത്, ഇതേപോലെ നമുക്കും സാധിക്കണം. അപ്പം ഇന്ദ്രിയങ്ങളെ അടക്കി വയ്ക്കൽ ഈ ബോധത്തോടു കൂടി ആകുമ്പോൾ, അതുകൊണ്ടാണ് ശമവും ദമവും ഒന്നിച്ച് തന്നെ പറയുന്നത്. ശമം, ദമം, തിതിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം, ഈ 6 ഒരുമിച്ച് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ടാണ് എന്നർത്ഥം. ശമവും ദമവും തിതിക്ഷയോട് കൂടിയത് ആയിരിക്കണം. തിതിക്ഷയ്ക്ക് ഭഗവാൻ കൊടുത്ത നിർവചനം തന്നെ
സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാതിതിക്ഷാ നിഗദ്യതേ. സഹനം സർവദുഃഖാനാം, സമസ്ത ദുഃഖങ്ങളെയും സഹിക്കുക. എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് ബോക്സ് അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അനുനിമിഷം ഓരോ കംപ്ലൈൻറ്റ് ഇങ്ങനെ എഴുതിയിട്ടുകൊണ്ടേയിരിക്കുക. അതില്ലാതിരിക്കുക. എങ്ങനെ? അപ്രതീകാരപൂർവകം. പ്രതികാര ബുദ്ധി ഉണ്ടാവരുത്. ഞാൻ നാളെ കണ്ടോളാം, ഇത് പാട്. പിന്നെ ചിലർക്ക് അങ്ങനെയില്ല. പിന്നെയോ എപ്പോഴും ഇതേ ഉള്ളൂ എന്നർത്ഥം. ചിന്താവിലാപരഹിത, ഇതും പാടില്ല എന്നർത്ഥം. അപ്പൊ പ്രതികാര ബുദ്ധിയോ ചിന്തയോ വിലാപമോ ഒന്നുമില്ലാതെ ഇതെൻ്റെ കർമ്മഫലമാണ്, ഞാൻ അനുഭവിക്കേണ്ടതാണ്, ഈ ഒരു അവയർനെസ്സോട് കൂടി വരുന്ന ദുഃഖങ്ങളെയൊക്കെ സഹിക്കുകയാണെങ്കിൽ അതിനെ തിതിക്ഷ എന്ന് പറയാം. അപ്പൊ ശമം ദമം തിതിക്ഷ ഒന്നിച്ച് വരേണ്ടതാണ്. ഈ മുമുക്ഷുത്വം പറഞ്ഞുകൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കാനിടയായത് എന്നർത്ഥം. ഇത് നമുക്ക് ഉണ്ടാവണം. ഈ മുമുക്ഷുത്വമാണ്. ഇത് വളരെ പ്രയാസമാണ് കിട്ടാൻ. എന്തുകൊണ്ട്? ഭഗവാൻ ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ അത് സൂചിപ്പിക്കും അങ്ങനെ തന്നെ അല്ലേ. ഈ മൂന്നെണ്ണം ഏത്? മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയ. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ഏത്? മനുഷ്യജന്മം കിട്ടുക. ആ മനുഷ്യജന്മം കിട്ടിയാൽ മുമുക്ഷുവാകാനുള്ള ഭാഗ്യം ഉണ്ടാകുക. പിന്നെയോ മഹാപുരുഷ സംശ്രയ, മഹാത്മാക്കളുമായിട്ടുള്ള സംഘം അല്ലേ. നമ്മൾ ഈ ഇതുപോലുള്ള സത്രങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന നമ്മളൊക്കെ എത്രയോ ധന്യധന്യരാണ് എന്ന് നോക്കൂ. എത്രയോ മഹാത്മാക്കളുമായിട്ടുള്ള സംഘം. അവരുടെയൊക്കെ നിശബ്ദമായ സാമീപ്യം പോലും നമ്മെ എത്രയോ അനുഗ്രഹിക്കുന്നു. അപ്പൊ ആ മുമുക്ഷുത്വത്തിന്റെ പ്രാധാന്യത്തെ ഭഗവാൻ സൂചിപ്പിച്ചു. പിന്നെ ആത്മജിജ്ഞാസ നേരത്തെ പറഞ്ഞു. ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃതിനോ അർജുന. 4 കൂട്ടത്തിലുള്ള സുഹൃത്തും പറഞ്ഞു. ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. അതിൽ ജിജ്ഞാസു ഒരു കാറ്റഗറി ആയിട്ട് ഭഗവാൻ സൂചിപ്പിക്കുന്നു. ഈ ആത്മജിജ്ഞാസ ഉണ്ടായിക്കഴിഞ്ഞാൽ അഥവാ ജ്ഞാനത്തിൻ്റെ വിചാരമാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കർമ്മങ്ങൾക്കൊന്നും അമിതമായ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. കർമ്മത്തെ നിഷേധിക്കുകയല്ല, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കർമ്മത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ കർമ്മത്തിൻ്റെ സ്വല്പം അതിശയോക്തി കലർത്തി പറഞ്ഞാൽ പൊള്ളത്തരമൊക്കെ അപ്പോഴും മനസ്സിലാകുന്നത്. ഇതൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് സന്യാസത്തിന് നിർവചനം കൊടുക്കുന്നിടത്ത് പറയും ഭഗവാൻ ഇതൊന്ന് കർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മാത്രം സന്യാസിയാകുകയില്ല. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഹ. അതിന് താടി വസ്ത്രം കൊടുക്കണമെന്നും ഇതൊന്നും വേണ്ട. പിന്നെ അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഹ. നേരത്തെ പറഞ്ഞു യഹ യൂണിവേഴ്സൽ പ്രോനൗണാണ് ഭഗവാൻ അവിടെ. ഇതാർക്ക് സാധിക്കുന്നു? അത് ഗൃഹസ്ഥനായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, കളക്ടർ ആയിക്കോട്ടെ, വെറുതെ ഇരിക്കുന്ന ആളും ആയിക്കോട്ടെ, ആർക്കാണോ ഇത് സാധിക്കുന്നത് അവർക്ക്. സസന്യാസി ച യോഗി ച, അവനെ തന്നെയാണ് സന്യാസി എന്നും യോഗി എന്നും ഒക്കെ പറഞ്ഞത്. ന നിരഗ്നിർന ചാക്രിയ, കർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മാത്രം ഒരാൾക്കും സന്യാസമാകില്ല. അതുകൊണ്ടാണ് പറയുന്നത് സന്യാസം ഈസ് എ മെന്റൽ ആക്ടിവിറ്റി, നോട്ട് എ ഫിസിക്കൽ ആക്ടിവിറ്റി. സ്പഷ്ടമായിട്ട് ഭഗവാൻ നിർവചനം കൊടുത്തിരിക്കുന്നു സന്യാസത്തിന്. അപ്പോൾ ഈ ആത്മജിജ്ഞാസയാണ് പ്രധാനം. അത് വന്നു കഴിഞ്ഞാൽ കർമ്മങ്ങളോടുള്ള അമിതമായ താല്പര്യം, ഒട്ടൽ, വിധേയത്വം ഇല്ലാതെ എന്നുവെച്ചൊരിക്കലും കർമ്മത്തെ ഉപേക്ഷിക്കണ്ട. പിന്നെയോ അന്ധക്കരണസ്ഥിതനായ പരമാത്മാവിനെ അറിയണം. എങ്ങനെയാണ് ഭഗവാനെ അറിയേണ്ടത്? ആദ്യമൊക്കെ ഭഗവാൻ എവിടെയോ ഇരിക്കുന്ന ആളായിട്ടൊക്കെ വിചാരിച്ചോളൂ. അത് കഴിഞ്ഞാൽ എന്തറിയണം? അണോരണീയാൻ മഹതോ മഹീയാൻ. സകലതിലും ഈ പരമാത്മ ചൈതന്യമാണ്. സകല ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ പ്രകാശിക്കുന്ന. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും പറയുന്നത് ഭഗവാന്റെ സർവാത്മഭാവത്തെ അറിയൂ. നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു ഇത്, ഭഗവാൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, അതെ സർവജ്ഞനാണ്. ഇതെല്ലാ ധർമ്മശാസ്ത്രങ്ങളും ഉദ്ഘോഷിക്കുന്നതാണ്. ഓംനിപൊട്ടൻ്റ്, ഓംനിഷ്യൻ്റ്, ഓംനിപ്രസന്റ്. പക്ഷെ ഭഗവാന്റെ സർവാത്മഭാവത്തെ ഉദ്ഘോഷിക്കുന്നത് ഭാരതത്തിൻ്റെ മാത്രം തത്വസംഹിതയായ വേദം ആണ്. ഭഗവാന്റെ സർവാത്മഭാവത്തെ സമസ്ത ചരാചരങ്ങളിലും ആ ഭഗവത് ചൈതന്യം മാത്രമാണ്. ഏതാവാൻ അസ്യ മഹിമ. ഇത് ഉറച്ച് യുഗങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ് നമ്മുടെ സനാതന ധർമ്മം. അതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയട്ടെ. ആ അന്തസ്സത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. ഇത് ഉറച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ചെയ്യുന്ന ഉപാസനകൾ, ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ ചെയ്യുന്ന
സകല ഉപാസനകളും സകല എക്സസൈസുകളും ഈ തത്വത്തിൽ ഉറപ്പിക്കാനാണ് എന്ന് ബോധ്യം വരും. ഈ തത്വത്തിൽ ഉറയ്ക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന ബോധമില്ലാതെ ചെയ്യുമ്പോൾ അന്ധേനൈവ നീയതേ അന്ധമാന. ഉപനിഷത്ത് അങ്ങനെയാണ് അതിനെ സൂചിപ്പിക്കും. ബ്ലൈൻഡ് ലീഡിങ് ദി ബ്ലൈൻഡ്. കാരണം എന്താണെന്ന് അറിയില്ല, ജസ്റ്റ് ഗ്രോപ്പിംഗ് ഇൻ ദ ഡാർക്ക്നെസ്. ഈ ഇരുട്ടിൽ കടന്നിങ്ങനെ തപ്പുന്നു. അവിടെ ജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ ജ്ഞാനമാകുന്ന വെളിച്ചം ഉണ്ടാകണം. അതാണ് ഗുരുക്കന്മാര് മഹാത്മാക്കൾ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഈ ഗീത ഭഗവാൻ സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കും, യദന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം. ശരിയായ യോഗികൾ എവിടെയാ ഭഗവാനെ കാണുന്നത്? ആത്മനി അവസ്ഥിതം. യദന്തോപി അകൃതാത്മനഃ നൈനം പശ്യന്തി. ഈ ഉപാസനകളൊക്കെ ചെയ്യുന്നവരാണ്, പക്ഷെ എന്നാ പശ്യന്തി, അവർക്ക് എവിടെ കാണുന്നില്ല. എന്തുകൊണ്ട്? അചേതസഹ, കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഡിസോർഗനൈസ്ഡ്. അചേതസഹ അകൃതാത്മനഃ അചേതസഹ, രണ്ട് നല്ല വാക്കുകളാണ്. നമ്മുടെ ഗുരുനാഥൻ അതിന് പറഞ്ഞ രണ്ട് വാക്കുകളാണ്. കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റ്ലി അട്ടർലി ഡിസോർഗനൈസ്ഡ്. അവർക്കൊരിക്കലും ഏനം ന പശ്യന്തി. അവർ പിന്നെ എവിടെ കാണും? എവിടെങ്കിലും ഇരിക്കുന്ന കുറെ വിഗ്രഹങ്ങളിലും ഒക്കെ ഭഗവാനെ കാണാൻ ശ്രമിക്കും. അവജാനന്തി മാം മൂഢാഹ മാനുഷ്യം തനും ആശ്രിതം. ഞാൻ മനുഷ്യ ശരീരം സ്വീകരിച്ചവനാണെന്ന് പറഞ്ഞ് ഈ വിഗ്രഹത്തിൽ മാത്രമാണ് ഞാൻ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നവരൊക്കെ എന്നെ അവമതിക്കുകയാണ്, നിന്ദിക്കുകയാണ്, എന്നെ ആദരിക്കുകയല്ല എന്ന് ഭഗവാൻ എന്താ പറയുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പരാതി പറയുന്നത് പോലെയുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ വിഗ്രഹാരാധന മോശമാണെന്നോ നിന്ദിക്കുകയാണെന്നോ ധരിക്കരുത്. തത്വത്തെ മനസ്സിലാക്കൂ. തത്വവിത് ഏകാത്മാ ജന്മ മൃത്യു ജരാദിക. വിഷ്ണു സഹസ്രനാമത്തിൽ ഈ നാമം ജപിച്ചോണ്ട് മാത്രമായില്ല, നമുക്ക് ഉറപ്പ് വരണം. ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ജ്ഞാതും ഭഗവാനെ അറിഞ്ഞോളൂ ഈ രൂപത്തിലൊക്കെ, പീതാംബരം കരവിരാജിത ചക്ര ഒക്കെ അറിഞ്ഞോളൂ. പക്ഷെ എന്ത് വേണം ഒടുവിൽ? തത്വേന പ്രവേഷ്ടും. ഈ തത്വത്തെ അറിഞ്ഞ് ആ ഭഗവത് തത്വത്തിലേക്ക് ചേരാൻ കഴിയണം. ആ തത്വം തന്നെയാണ് എൻ്റെ ഉള്ളിൽ അന്തരാത്മാവായിട്ട് പ്രകാശിക്കുന്നതെന്നും അത് തന്നെയാണ് സൂര്യനിലും ചന്ദ്രനിലും അഗ്നിയിലും ഒക്കെ. യഥാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേഖിലം യശ്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. അഗ്നിയിലും സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ പ്രകാശിക്കുന്നത് ആരാണ്? മമ തേജോംശ സംഭവ. എൻ്റെ തേജസ്സിൻ്റെ വളരെ 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 ചെറിയ ഒരംശം മാത്രമാണ് അർജുന ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ആയിട്ട് പ്രകാശിക്കുന്നത്. അത് തന്നെയല്ലേ ഭാഗവത്തിലെ ദശമത്തിൽ എത്രയോ കഥകളിൽ കൂടി നമ്മളെ ബോധിപ്പിച്ചു. ഇന്ദ്രനെ പഠിപ്പിച്ചു, വരുണനെ പഠിപ്പിച്ചു, ബ്രഹ്മാവിനെ പഠിപ്പിച്ചു, ശ്രീപരമേശ്വരനെ പഠിപ്പിച്ചു, സമസ്ത ദേവതകളെയും ഭഗവാൻ തൻ്റെ സർവാത്മഭാവത്തെ ബോധ്യപ്പെടുത്തിയില്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏകാദശത്തിലേക്ക് വരുന്നത് എന്ന് മറക്കാതിരിക്കുക എന്നർത്ഥം. അപ്പം ഈ ഭഗവാനെയാണ് അറിയേണ്ടത്. ഏത് ഭഗവാനെ? സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവഭൂതസ്ഥം ആത്മാനം, സമസ്ത ഭൂതങ്ങളിലും. അത് മനുഷ്യരെന്നില്ല, എറുമ്പെന്നില്ല. ആ ബ്രഹ്മ പിപീലികാന്തം, ബ്രഹ്മാവ് മുതൽ ഒരു എറുമ്പ് വരെയുള്ള സകലതിലും തുടിച്ചു കൊണ്ടിരിക്കുന്നത് പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന പരമാത്മ ചൈതന്യമാണ്. അതല്ലാതെ ഇവിടെ യാതൊന്നുമില്ല എന്ന് പൂർണ്ണമായിട്ട് ബോധിക്കാൻ കഴിയണം. അതാണ് ഭഗവാൻ സൂചിപ്പിക്കുക. അപ്പോഴെന്ത് വരും? പദാർത്ഥങ്ങളിലുള്ള അന്യപദാർത്ഥങ്ങളിലൊക്കെയുള്ള സത്യത്വ ബുദ്ധി ഇല്ലാതെയാകും. അല്ലേ? കർമ്മങ്ങളുടെ പറഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴും അനുസ്മരിക്കുന്ന ഒന്നാണ് ചിത്തസ്യ ശുദ്ധയേ കർമ്മ ന വസ്തുപലബ്ധയേ. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ന വസ്തുപലബ്ധയേ, ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് അല്ല. കാരണം കർമ്മം കൊണ്ട് നേടിയെടുക്കേണ്ടതല്ല ഈ തത്വം. ന കർമ്മണാന പ്രജയാധനേന ത്യാഗ. ഇത് നന്നായിട്ട്
അർജുനനുമായിട്ട് നമുക്ക് കൂടുതൽ പരിചയം, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ അർജുനന് വരുന്നത്. ഉദ്ധവരോട് ഭഗവാൻ സൂചിപ്പിച്ച അതാണ് എന്നർത്ഥം. പിന്നെ അനിർവചനീയവും അനാദിയുമായ അവിദ്യയാൽ ചിത്തം മൂടപ്പെട്ടിരിക്കുന്നവർക്ക് അദ്വയ ബ്രഹ്മത്തിൽ ബുദ്ധി, നാനാത്വ ബുദ്ധി വന്നാൽ ഉടനെ ഭേദബുദ്ധി തീർച്ചയായിട്ടും ഉണ്ടാവും. ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ എന്താണ്? മാമക പാണ്ഡവാച്ച ഏവാ, എൻ്റെ ആൾക്കാരും. വാസ്തവത്തിൽ എവിടെയാ എൻ്റെ ആൾക്കാരും? രണ്ടും എൻ്റെ ആൾക്കാർ തന്നെയല്ലേ. അത് കാണാൻ അന്ധനായ ധൃതരാഷ്ട്രർക്ക് കണ്ണുണ്ടായില്ല. ഈ ധൃതരാഷ്ട്രയുടെയൊക്കെ പാവം ഓർത്തുന്നുണ്ട്. നമ്മളെയൊക്കെയാണ് ആ ധൃതരാഷ്ട്രമായിട്ട് സൂചിപ്പിച്ചത് അല്ലേ? ഈ സത്യം കാണാൻ കരുത്തില്ലാത്ത കണ്ണുകളെയാണ് അന്ധമായിട്ട് ചിത്രീകരിച്ചത്. ആ കൂടെ വന്നതോ കണ്ണ് കാണാൻ കഴിവുണ്ടായിട്ടും അവരെന്ത് ചെയ്തു? അങ്ങോട്ട് മൂടിക്കെട്ടി. അപ്പൊ അന്ധനായ ഞാനും എൻ്റെ കൂടെ വന്ന ബുദ്ധിയുടെ പ്രതീകമാണത്. ഈ തത്വത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് അല്ലേ? ആ ബുദ്ധി എന്ത് ചെയ്തു? എൻ്റെ കൂടെ കൂടിയപ്പം മൂടിക്കെട്ടി. സത്യം കാണാനുള്ള കഴിവുണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു? മൂടിക്കെട്ടി. ഞാനും ഇങ്ങോരെ പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്തുവരും? നാനാത്വ ബുദ്ധി ഉണ്ടാവും. നാനാത്വ ബുദ്ധിയെ തൽക്കാലം കണ്ടുകൊള്ളൂ, പക്ഷെ ആ നാനാത്വം കാണുന്നതിൽ മുഴുവൻ ഏകത്വം നമുക്ക് കാണാൻ കഴിയണം. ഇത് മുഴുവൻ ഭഗവാന്റെ മഹിമയാണ്. അതുകൊണ്ടാണ് പുരുഷസൂക്തത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞത്, യഥാവാൻ അസ്യ മഹിമ. എന്തൊക്കെ കാണുന്നു അത് മുഴുവൻ ആ ഭഗവാന്റെ മഹിമ. അതല്ലാതെ ഇവിടെ എന്തിരിക്കുന്നു? ഇഡ്ഡലിയായിട്ടായാലും ദോശയായിട്ടായാലും കിട്ടുന്ന മുഴുവൻ ഒരേ അരിമാവാണെന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെന്തിരിക്കുന്നു? ഇവിടെ ഒന്നേ ഉള്ളൂ, തദേവ ബ്രഹ്മത്വം വിധി. ഉപനിഷത്ത് യാതൊരു സംശയമില്ലാതെ നമ്മെ ബോധിപ്പിക്കുന്നു, ഇത് ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ പലത് ഇല്ല. പിന്നെ സൂചിപ്പിക്കുന്നത് കർമ്മങ്ങളെ ഭഗവാന് സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, യാതൊന്ന് ചെയ്വതത് നാരായണാർച്ചനകൾ. ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യാൻ കഴിയട്ടെ. അപ്പോഴെന്ത് വരും? കർത്തൃത്വ ബുദ്ധിയില്ല, ഞാൻ ചെയ്യുന്നു എന്ന ഭാവമില്ല, ഇതിൻ്റെ ഫലം എനിക്ക് കിട്ടണം എന്നുള്ള ഭാവമില്ല. പിന്നെ എല്ലാം ഭഗവാനാണ്. യാതൊന്ന് ചെയ്വതത് നാരായണാർച്ചനകൾ. അർജുനോട് ഭഗവാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞു, യത് കരോഷി യദശ്നാസി. വിശദീകരിക്കുന്നില്ല. പിന്നെ ഭഗവാന്റെ സർവാത്മഭാവം ഉറക്കേണ്ടതിൻ്റെ ആവശ്യം, അനന്യഭക്തി, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്, പ്രതിമകൾ എൻ്റെ അചേതന സ്വരൂപമെങ്കിൽ സത്പുരുഷന്മാർ എൻ്റെ സചേതന മൂർത്തികളാണ്. ഇത് പഠിച്ചപ്പോൾ എഴുതി വെച്ച നോട്ട് സമയക്കുറവുണ്ട്, പോയിന്റ്സ് മാത്രം വായിക്കുകയാണ് അല്ലേ. പ്രതിമകൾ എൻ്റെ അചേതന സ്വരൂപമാണെങ്കിൽ മഹാത്മാക്കൾ എൻ്റെ സചേതന സ്വരൂപങ്ങളാണ്. അതുകൊണ്ട് എന്താ നല്ലത്? നമുക്ക് പെട്ടെന്ന് പ്രയോജനപ്പെടുന്നത് എന്താണ്? അചേതന സ്വരൂപമാണോ സചേതനമാണോ? ആലോചിച്ചോളൂ എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, രാവിലെ ഒരമ്മ ഇഡ്ഡലി വിളമ്പിക്കൊണ്ട് നിന്നപ്പോൾ ആരോ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തിയപ്പോൾ അമ്മ ഇഡ്ഡലി പാത്രത്തോടെ നമ്മളെ അങ്ങോട്ട് നമസ്കരിച്ചു എന്ന്. അപ്പോൾ അമ്മ ഇഡ്ഡലിയോടെ നമസ്കരിക്കാൻ ഭഗവാൻ പറഞ്ഞില്ല എന്ന് പറയേണ്ടതായിട്ട് അല്ലേ. അപ്പോൾ അമ്മ ഉടനെ കോട്ട് ചെയ്തു മറ്റേ ഇതിൽ നിന്ന്, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, സജ്ജനങ്ങളെ കാണുന്ന നേരത്ത്. അപ്പം നമ്മൾ പറഞ്ഞു ഇഡ്ഡലിയും കൊണ്ട് നമസ്കരിക്കണമെന്ന് പൂന്താനം പറഞ്ഞിട്ടില്ല അമ്മ എന്ന് പറയണ്ടേ. സൂചിപ്പിച്ചത് ഈ ഒരു അല്ലേ, അമ്മയ്ക്ക് അത് തോന്നി, നമ്മളതിന് അർഹതയുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, ദൈവം തെറ്റിദ്ധരിക്കരുത് അല്ലേ. അമ്മയ്ക്ക് അങ്ങനെ തോന്നി, ഇന്ന് ആരോ പറഞ്ഞു ഇങ്ങനെ പ്രഭാഷണത്തിന് വന്ന ഒരാൾ ഭഗവാനെ ഗുരുവായൂരം. അപ്പോൾ ഇഡ്ഡലി കയ്യിലുണ്ടെന്ന് ഇവിടെ മറന്നിട്ട് അമ്മ ആ ഭാവത്തെയാണ് സൂചിപ്പിച്ചല്ല, നമ്മുടെ മഹിമ പറയാനല്ല എന്ന്. അപ്പം മഹാത്മാക്കളെ നമസ്കരിക്കേണ്ടതിൻ്റെ ആവശ്യം ഭഗവാൻ എത്രയോ തവണ ഏകാദശിയിൽ ആവർത്തിച്ച് പറയുന്നു. എത്രയോ ജന്മം കൊണ്ട്, തീർത്ഥാടനം കൊണ്ടും വ്രതാനുഷ്ഠാനം കൊണ്ടും വിഗ്രഹാരാധന കൊണ്ടും പോകാത്ത പാപം മുഴുവൻ മഹാത്മാക്കളുടെ ഒരു ദൃഷ്ടി, ഒരു സ്പർശം അതുകൊണ്ട് ഇല്ലാതെയാകും. അതുകൊണ്ടാണ് പൂന്താനം സ്പഷ്ടമായിട്ട് നമ്മെ ബോധിപ്പിച്ചത്, എന്ത്? നമസ്കരിച്ചോളൂ. എവിടെയാണെന്നൊന്നുമില്ല, യജ്ഞശാലയിലാണോ ഡൈനിങ് ഹാളിലാണോ റോഡിലാണോ എന്നൊന്നും ആലോചിക്കണ്ട, അങ്ങോട്ട് നമസ്കരിച്ചോളൂ എന്നർത്ഥം. പിന്നെ ദേഹാത്മബുദ്ധി അവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലനമാണ് അല്ലേ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്ന് ജഗത്രേ മായയാകുന്നത്. സുന്ദരമായ ഒരു നിർവചനമാണ് രാമായണത്തിൽ എഴുത്തച്ഛൻ കൊടുത്തിരിക്കുന്നത്.
ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധമാണ് അവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. അതിനെ നശിപ്പിക്കാൻ രണ്ട് മാർഗമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഈ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും മാർഗം പ്രഥമ ദൃഷ്ടിയാ രണ്ട് എന്ന് തോന്നുന്ന രണ്ട് മാർഗങ്ങളെ സൂചിപ്പിച്ചു. രണ്ടായാലും സാധിക്കേണ്ടത് എന്താണ്? ഈ അദ്വൈത ബോധമാണ്. എല്ലാം ഭഗവാനാണ് എന്ന് ഉറങ്ങി. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. സമസ്തവും ഭഗവാനാണ്. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് വസുദേവരുടെ പുത്രൻ എന്നുള്ള അതിരിക്കട്ടെ സ്ഥൂലമായ അർത്ഥത്തിൽ. പക്ഷെ സകല ചരാചരങ്ങളിലും വസിച്ചുകൊണ്ട് അതിനെയൊക്കെ ദേവൻ, ദേവശബ്ദം ദ്യോതിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന്, അതിനെ പ്രകാശിപ്പിക്കുന്ന. അപ്പൊ ഇവിടെ കാണുന്ന മുഴുവൻ ആരാണ്? വാസുദേവന്മാർ. ഓരോ ശരീരത്തിൽ വസിച്ചുകൊണ്ട് അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് വാസുദേവൻ. സമഹാത്മാ സുദുർലഭ. അങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ ദുർലഭമാണ് എന്നും കൂടി ഭഗവാൻ സൂചിപ്പിച്ചു. അപ്പൊ നമുക്ക് ഉറക്കേണ്ടത് ഇതാണ്. പിന്നെ അവിദ്യ കൊണ്ടുണ്ടായ ബന്ധനമൊന്നും അവിദ്യാകാരങ്ങളായ കർമ്മങ്ങൾ കൊണ്ട് നീങ്ങിയില്ല. അതിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. പിന്നെ നിരന്തരമായ സ്മരണ, നേരത്തെ നമ്മൾ പറഞ്ഞു, പ്രഹ്ലാദൻ സൂചിപ്പിച്ചതിൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഭഗവാന്റെ സ്മരണയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതെന്താ വരുന്നത്? വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്തേഷു ഉപജായതേ. ഏതിനെയാണ് ചിന്തിക്കുന്നത്? അതിനോട് സ്വാഭാവികമായിട്ടൊരു ഒട്ടലുണ്ടാകും. ഒട്ടലുണ്ടായി കഴിഞ്ഞാലോ സംഘാസംജായതേ കാമഹ. സംഘത്തിൽ നിന്ന് ഉടനെ പിന്നെ അങ്ങോട്ട് ബുദ്ധിനാശാത് പ്രണശ്യതി എന്നുള്ള വലിയ ഒരു കോണിപ്പടി, ഏത് താഴോട്ടിറങ്ങാനുള്ള അധോഗതിയുടെ കോണിപ്പടി. കോണിപ്പടി എന്ന് പറയുമ്പോഴും പലപ്പോഴും മേളിലോട്ട് കയറുന്നതാണ് ഓർമ്മ വരാറുള്ളത്. പക്ഷെ ഇത് താഴോട്ടിറങ്ങുന്ന കോണിപ്പടിയാണ്. എവിടെ തുടങ്ങിയത്? ധ്യായതോ വിഷയാൻ പുംസ. അത് തന്നെയാണ് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞത്. എന്ത്? വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ. മറിച്ചോ മാമനുസ്മരത ചിത്തം മാമനുസ്മര യുദ്ധ്യച എന്ന് അർജുനനോട് പറഞ്ഞ് മാമനുസ്മരത ചിത്തം മയി ഏവ പ്രവിലീയതേ. ആ ഏവ അണ്ടർലൈൻ ചെയ്ത്, ചുമന്ന മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയട്ടെ. മയി ഏവ പ്രവിലീയതേ, എന്നിൽ മാത്രം ഉറപ്പിക്കുന്നു. ഇത് സാധിക്കണം. അതാണ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നർത്ഥം. പിന്നെ അവധൂത ഗീത 24 ഗുരുക്കന്മാരുടേത്, പിന്നെ സൂചിപ്പിക്കുന്ന ഭിക്ഷുഗീത അർത്ഥാസക്തിയെ നിയന്ത്രിക്കേണ്ട കാര്യമൊക്കെ സൂചിപ്പിച്ചു. ഇതിലൊക്കെ ഏറ്റവും പ്രധാനം മനസ്സിനെ ജയിക്കണം. മനസ്സിനെ ജയിക്കാൻ എന്താ വഴി? മനസ്സ് മുഴുവൻ നിലനിൽക്കുന്നത് ചിന്തകളെ കൊണ്ടാണ്. ആ ചിന്തകളെ ഇപ്പം എന്ത് ചെയ്യണം? ചിന്തകൾ നിലനിൽക്കുന്നത് മുഴുവൻ വസ്തു, വ്യക്തി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെയാണ് വിഗ്രഹാരാധനയുടെയും ഒക്കെ പ്രസക്തി എന്നർത്ഥം. മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് മുഴുവൻ സാധിക്കണം. ആ പരമശ്രേയസ്സിന് വേണ്ടിയിട്ട് ഭക്തിയോഗം ഉപയോഗിക്കാം. ഭക്തി സ്വാദീയസി ശ്രേയസി, സ്വാദിഷ്കരവുമാണ് ശ്രേയസ്കരവുമാണ്. ആ ഭക്തി നമുക്ക് ഭഗവാനിലെത്താൻ സാധിക്കണം. അപ്പോൾ പരമമായ ഭക്തിയും പരമമായ ജ്ഞാനവും ഒന്ന് തന്നെ എന്ന് ബോധിക്കാൻ കഴിയും. ഈ പരമമായ ബോധ്യം അത് അനുഭവം വരികയും കൂടെ വേണം എന്നർത്ഥം. ഭഗവാനെ അനുഭവാനന്ദ സ്വരൂപൻ എന്നാണ് വസുദേവർ വിശേഷിപ്പിച്ചത്. അപ്പം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. എങ്ങനെ? നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അന്തരാത്മാവായിട്ട് പ്രകാശിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. പരമമായിട്ട് സാധിക്കേണ്ടതും ഇത് തന്നെയാണ്. ഇതിന് ഇത്തരം സത്രങ്ങൾ ഉപകരിക്കട്ടെ. അതിന് ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ എളിയവന് ഇങ്ങനെ ഒരു അവസരം തന്ന് അനുഗ്രഹിച്ച സ്വാമിജിക്കും എൻ്റെ സംഘാടകർക്കും വീണ്ടും വീണ്ടും പ്രാർത്ഥനാനിരതങ്ങളായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകളെ ഭഗവത് പാദത്തിൽ, ഗുരുനാഥൻ്റെ പാദത്തിൽ സമർപ്പിക്കട്ടെ. എന്തെങ്കിലും നല്ലത് പറഞ്ഞു എന്ന് തോന്നുന്നെങ്കിൽ പൂർണ്ണമായ ഗുരുകൃപ, ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം. അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ അത് ഈ ശരീരത്തിൽ നിന്ന്, അഹന്തയിൽ നിന്ന് വന്ന അവിവേകമാണ് എന്ന് കരുതി ക്ഷമിക്കണമെന്നും എല്ലാ മഹാത്മാക്കളെയും നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഉത്പാദത്തിൽ സമർപ്പിക്കട്ടെ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സദ്.